ഓം ശാന്തി. ശിവബാബ യാദി. ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഡേറ്റാണ് 13/7/2025. അവ്യക്ത ബാബ്ദാദം റിവൈസ്ഡ് കോഴ്സാണ്. 3/2/2006. ഇന്നത്തെ മുരളിയുടെ ടൈറ്റിലാണ് परमात्मा प्यार में संपूर्ण पवित्रता की ऐसी स्थिति बनाओ जिसमें व्यर्थ का नाम निशान ना हो. പരമാത്മയുടെ സ്നേഹത്തിലും വ്യർത്ഥതയുടെ പേര് അടയാളം ഇല്ലാത്ത തരത്തിലും സമ്പൂർണ്ണ പവിത്രതയുടെ സ്ഥിതി ഉണ്ടാക്കുക. പരമാത്മയുടെ സ്നേഹത്തിലും വ്യർത്ഥതയുടെ പേര് അടയാളം ഇല്ലാത്ത തരത്തിലും സമ്പൂർണ്ണ പവിത്രതയുടെ സ്ഥിതി ഉണ്ടാക്കുക. आज बाप दादा चारों ओर के अपने प्रभु प्यारे बच्चों को देख रहे. ഇന്ന് ബാപ് ദാദ 4 ഭാഗത്തിലും തൻ്റെ അതിസ്നേഹി പ്രഭു സ്നേഹിയായിരിക്കുന്ന മക്കളാണ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളെല്ലാം ആരാണ്? ഇന്നും പ്രഭു സ്നേഹി മക്കളാണ്. सारे विश्व के चुने हुई कोटों में से कोई इस परमात्मा प्यार के अधिकारी बनते हैं. മുഴുവൻ ലോകത്തിലും തിരഞ്ഞെടുത്തിരിക്കുന്ന കോടിലു ചില പരമാത്മയുടെ സ്നേഹി അധികാരികളാണ്. മുഴുവൻ ലോകത്തിലും തിരഞ്ഞെടുത്തിരിക്കുന്ന കോടിലും ചില പരമാത്മയുടെ സ്നേഹി അധികാരികളാണ്. ആര്? ഉറപ്പായില്ലേ? परमात्मा प्यार ने ही आप बच्चों को यहाँ लाया है. പരമാത്മയുടെ സ്നേഹം തന്നെ താങ്കളും മക്കളും ഇവിടത്തേക്ക് കൊണ്ടുവന്നത്. ഇന്നത്തെ ഭട്ടിലേക്ക് വരാനുള്ള ചാൻസ് എങ്ങനെയാണ് ലഭിച്ചിരിക്കുന്നതും പരമാത്മയുടെ സ്നേഹികൾക്കാണ്. അവരാണ് ഇന്ന് ഭട്ടിയിൽ പങ്കെടുക്കുന്നത് അല്ലേ? പരമാത്മയുടെ സ്നേഹമാണ് ഇവിടത്തേക്ക് നിങ്ങളെ കൊണ്ടുവന്നത്. ഈ പരമാത്മാ പ്യാർ സാരേ കൽപ്പ മേ ഈ സമയ ഹി അനുഭവ കർത്തേ ഹോ. ഈ പരമാത്മയുടെ സ്നേഹം മുഴുവൻ കൽപ്പത്തിലും ഈ സമയത്തിൽ തന്നെയാണ് അനുഭവം ചെയ്യുന്നത്. ഏത് സമയത്തിലും? സംഗമയുഗത്തിൻ്റെ സമയത്തിൽ. അവർ സഭി സമയ ആത്മാവോं का प्यार, महान आत्माओं का, धर्मात्माओं का प्यार अनुभव किया है. നിങ്ങൾ മുഴുവൻ സമയം, അതായത് എല്ലാ സമയത്തിലും ആത്മാക്കളുടെ സ്നേഹം, മഹാൻ ആത്മാക്കളുടെയും ധർമാത്മാക്കളുടെയും സ്നേഹത്തിൻ്റെ അനുഭവം ചെയ്തു. സർവ ആത്മാക്കളുടെ സ്നേഹം, മഹാൻ ആത്മാക്കളുടെ സ്നേഹം, ധർമാത്മാക്കളുടെ സ്നേഹത്തിൻ്റെ അനുഭവം ചെയ്തു. പക്ഷേ ഇന്നിപ്പോൾ എന്താ ചെയ്യേണ്ടത്? അഭി പരമാത്മാ പ്യാർ കെ പാത്ര ബൻ ഗേ ഹേ. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ പരമാത്മയുടെ സ്നേഹത്തിലേക്ക് പാത്രരായിരിക്കുന്നു. कोई आपसे पूछो परमात्मा कहाँ है तो क्या कहेंगे? ഒരു പക്ഷെ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കും പരമാത്മാവ് എവിടെയാണോ, അപ്പോൾ നിങ്ങൾ എന്താണ് പറയുന്നത്? ചാലാടാണോ ചൊവ്വാണോ? ഓ, ഞങ്ങൾ കൂടെയാണ്. പരമാത്മാ ബാപ്പ് തോ ഹമാരാ സാത്ത് ഹി ഹൈ. പരമാത്മാവായിരിക്കുന്ന അച്ഛൻ ഞങ്ങളുടെ കൂടെ തന്നെയാണ്. ഹം ഉൻകെ സാത്ത് രഹത്തെ ഹേ ന. ഞങ്ങൾ ആ പരമാത്മയുടെ കൂടെയാണ് ഇരിക്കുന്നത്. പരമാത്മാ ബി ഹമാരാ ബിനാ രഹ നഹീ സക്താ ഹേ और हम भी परमात्मा के बिना रह नहीं सकता है. പരമാത്മക്ക് കൂടി ഞങ്ങളുടെ മക്കളുടെ കൂടെ ഇല്ലാതിരിക്കാൻ സാധ്യമല്ല, ഞങ്ങൾ കൂടി പരമാത്മയുടെ കൂടെ ഇല്ലാതിരിക്കാൻ സാധ്യമല്ല. 2 പേർക്കും അത്രയ്ക്കൊരു സ്നേഹമാണ്. ആർക്കും? ബാബയ്ക്കും നമുക്കുമാണ്. ഉണ്ടോ സ്നേഹം? ഉണ്ട്. इतना प्यार कर रहे हो
ബാബ്ദാദ ചോദിക്കുകയാണ്, ഇത്രയ്ക്കും നിങ്ങൾ സ്നേഹത്തിൻ്റെ അനുഭവം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ? फलक से कहेंगे वह हमारा दिल में रहता है और हम उनके दिल में रहते हैं. വളരെ ദൃഢതയോട് പറയുമ്പോൾ ആര് മക്കൾ, ബാബ ഞങ്ങളെ ഹൃദയത്തിലാണ്, ഞങ്ങൾ ബാബയുടെ ഹൃദയത്തിലാണ്. ബാബ ഞങ്ങളുടെ ഹൃദയത്തിലാണോ, ഞങ്ങൾ ബാബയുടെ ഹൃദയത്തിലാണോ? എവിടെയാണ്? ഇത് ചെറിയൊരു കഷ്ടത്തിലാണല്ലോ പറയുന്നത്. ഹൃദയത്തിൽ സീറ്റ് കിട്ടിയിട്ടില്ല. ബാബ നിങ്ങൾക്ക് ടൈറ്റിൽ തന്നിട്ടില്ലേ, ഹൃദയ സിംഹാസനധാരി എന്ന്. അന്ന് മുതൽ തന്നെ ഹൃദയത്തിൽ സീറ്റായി. ഐസെ അനുഭവി ഹേന്നും അനുഭവി ഹേ, ഈ തരത്തിലുള്ള നിങ്ങൾ അനുഭവിയല്ലേ, അനുഭവിയാണോ എന്ന് ബാബ ചോദിക്കുന്നുണ്ട്. ക്യാ ദിൽ മേ ആത്താ ഹേ, നിങ്ങളുടെ ഹൃദയത്തിൽ എന്താണ് വരുന്നത്? മേരാ ബാബ. അഗർ ഹം നഹി അനുഭവി ഹോഗാ തോ കൗൻ ഹോഗാ. ഒരു പക്ഷേ ഞങ്ങൾ ഇത്ര 89 വർഷമായാലും ഞങ്ങൾ അനുഭവി ആവാതെ പോയാൽ ഇന്ന് ആരാണ് ആവുന്നത്? बाप भी ऐसा प्यार के अधिकारी बच्चों को देख हर्षित होता है. ബാബി കൂടി ഈ തരത്തിലുള്ള സ്നേഹി അധികാരി മക്കളെ കണ്ടിട്ട് ഹർഷിതമായിരിക്കും. പക്ഷെ കുറച്ച് ഹർഷിത കുറവാണ് ഇന്ന്. കാരണം ബേഞ്ചി ഇവിടെ കാണുന്നില്ലല്ലോ, അല്ലേ? കണ്ട, അതുകൊണ്ടാണ് കുറച്ച് കുറവായിട്ട് കാണുന്നത്. ബേഞ്ചി വരും കുറച്ച് സമയം കഴിഞ്ഞ്. परमात्मा प्यार की निशानी है. जिससे प्यार होता है उसके पीछे सब कुर्बान करने के लिए सहज तैयार हो जाता है. പരമാത്മയുടെ സ്നേഹത്തിൻ്റെ അടയാളമാണ്. ആരിലാണോ സ്നേഹം ഉണ്ടായിരിക്കുന്നതും അവരുടെ പിന്നാലെ സർവ്വരും സമർപ്പിതമാകാൻ വേണ്ടി സഹജമായി തയ്യാറാകും. ആരോട് സ്നേഹമുണ്ടും അവർക്ക് പൂർണ്ണ രീതിയിലും സമർപ്പിതമാകാൻ വേണ്ടി സഹജമായി तैयारागो. तो आप सभी भी जो बाप चाहते हैं कि हर एक बच्चा बाप समान बन जाए, हर एक के चेहरे से बाप का प्रत्यक्ष दिखाई दे, ऐसे बने हो न. തങ്ങൾ സർവരിലോ ബാബ ആഗ്രഹിക്കുന്നതാണ് ഓരോരോ മക്കളും ബാബയുടെ സമാനരായി മാറണം. ബാബയുടെ ഒരേ ഒരു ആഗ്രഹമാണ്, എൻ്റെ എല്ലാ മക്കളും ബാബ് സമാനാവണം. അതുകൊണ്ട് ഓരോരോ മക്കളുടെ മുഖത്തിലും ബാബയുടെ പ്രത്യക്ഷം കാണാൻപ്പെടണം. ഐസ ബനേഫോന്നും ആ തരത്തിൽ പ്രത്യക്ഷ കാണാൻ പഠന തരത്തിലുള്ള ആയിട്ടുണ്ടോ എന്ന് ബാബ ചോദിക്കുന്നുണ്ട്. ആയിട്ടില്ല, അത് കുറച്ച് ബുദ്ധിമുട്ടാണ്, അല്ലേ? എവിടെയാണ് കാണാൻ പെടുന്നത്? ഓരോരോ മക്കളുടെയും മുഖത്തിലാണ് ബാബയുടെ പ്രത്യക്ഷതം കാണാൻ പെടണം. ബാബ്ദാദാ കി ദിൽ പസന്ത് സ്ഥിതി ജാനത്തെ ഹോ ന. ബാബയുടെ ഹൃദയത്തിൽ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിയുണ്ട്, അത് നിങ്ങൾക്ക് അറിയാമോ എന്ന് ബാബ ചോദിക്കുന്നുണ്ട്. ഇല്ല, ദില്ലുണ്ടെങ്കിൽ അത് മനസ്സിലാവും, ദില്ലിൽ പുറത്തുണ്ടെങ്കിൽ മനസ്സിലാവില്ല. ബാബ്ദാദയ്ക്കൊരു ഇഷ്ടമാണ്, ദിൽ പസന്ത് സ്ഥിതി നിങ്ങൾക്ക് അറിയുമെന്ന്. ഏതായിരിക്കും മൈഥിലി ഡോക്ടറും? बाप के दिल पसंद स्थिति है ही संपूर्ण पवित्रता है. ബാബയുടെ ഹൃദയത്തിൽ ഇഷ്ടപ്പെടുന്ന സ്ഥിതി തന്നെയാണ് സമ്പൂർണ്ണ പവിത്രത. इस ब्राह्मण जन्म का फाउंडेशन भी संपूर्ण पवित्रता है. കേവല പവിത്രതയല്ല, സമ്പൂർണ്ണ പവിത്രതയാണ്. അപ്പം ഞങ്ങൾ ആരാണ്? ഞങ്ങൾ ബ്രാഹ്മണരാണ്. ബ്രാഹ്മണരുടെ ജന്മത്തിൻ്റെ അടിത്തറമാണ് संपूर्ण पवित्रता. 100% आയിരിക്കണം. संपूर्ण पवित्रता की गुह्यता को जानते हो. സമ്പൂർണ്ണ പവിത്രതയുടെ ഗുഹ്യത നിങ്ങൾക്ക് അറിയോ എന്ന് ബാബ ചോദിക്കുന്നുണ്ട്. എന്താണ് സമ്പൂർണ്ണ പവിത്രതയുടെ ഗുഹ്യത? എന്തായിരിക്കും? സമ്പൂർണ്ണ പവിത്രമായിരിക്കുന്നവരും അവർ ഡീപ്നെസ്സിൽ പോവും. അതിൻ്റെ രഹസ്യം നിങ്ങൾക്ക് അറിയോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഡീപ്പിൽ പോയിട്ടില്ലെന്ന് അർത്ഥമായി, അല്ലേ? संकल्प और स्वप्न में भी रिंजक मात्र अपवित्रता का नाम निशान ना हो. സങ്കല്പത്തിലും സ്വപ്നത്തിലും പോലും കൂടി
അല്പം കൂടി അപവിത്രതയുടെ പേര് അടയാളം ഉണ്ടാകുകയില്ല. അവരാണ് സമ്പൂർണ്ണ പവിത്രത. സങ്കല്പത്തിലും സ്വപ്നത്തിലും അല്പം കൂടി അപവിത്രതയുടെ പേര് അടയാളം ഉണ്ടാവരുത്. बाप दादा आजकल के समय की समीपता प्रमाण बार बार अटेंशन खींचवा रहे हैं कि संपूर्ण पवित्रता के हिसाब से व्यर्थ संकल्प ये भी संपूर्णता नहीं है. बाप दादा ഇന്നത്തെ കാലത്തിലും ഈ സമയത്തിലും സമീപതയുടെ പ്രമാണം ഇടയ്ക്കിടയ്ക്ക് അറ്റൻഷൻ നൽകുകയാണ്. സമ്പൂർണ്ണ പവിത്രതയുടെ കണക്കെടുക്കുകയാണെങ്കിലും വ്യർത്ഥമായിരിക്കുന്ന സങ്കല്പം കൂടി ഇതുകൂടി സമ്പൂർണ്ണത അല്ല. ഞങ്ങൾ പറയൂ ബാബ് സമാൻ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന്. ബാബ ഇന്ന് നോക്കുമ്പം വ്യർത്ഥ സങ്കല്പം വരുകയാണെങ്കിലും ഇതുകൂടി സമ്പൂർണ്ണതയല്ല. तो चेक करो व्यर्थ संकल्प चलते हैं. അതുകൊണ്ട് സ്വയം ചെക്ക് ചെയ്യുക. വ്യർത്ഥ സങ്കല്പം നടക്കുന്നുണ്ടോ ഇല്ലയോ. വ്യർത്ഥ സങ്കല്പമാണ് വളരെ തീവ്രമായിട്ട് പോകുന്നത്, ഫാസ്റ്റായിട്ട്. അതുകൊണ്ട് സ്വയം ചെക്ക് ചെയ്യുക, വ്യർത്ഥ സങ്കല്പം നടക്കുന്നുണ്ടോ. किसी भी प्रकार के व्यर्थ संकल्प समीपता से दूर तो नहीं करते ही. ഏതെങ്കിലും പ്രകാരത്തിലുള്ള വ്യർത്ഥ സങ്കല്പം ഞങ്ങൾ സമ്പൂർണ്ണത്തിൽ ഇന്നും ദൂരമാക്കുന്നില്ലല്ലോ എന്ന് ചെക്ക് ചെയ്യണം. ഏതെങ്കിലും പ്രകാരത്തിലുള്ള വ്യർത്ഥമായിരിക്കുന്ന സങ്കല്പം സമ്പൂർണ്ണത്തിൽ ഇന്നും ദൂരമാക്കുന്നില്ലല്ലോ. जितना जितना पुरुषार्थ में आगे बढ़ते जाते हैं उतना रायल रूप का व्यर्थ संकल्प व्यर्थ समय तो समाप्त नहीं कर रही है. എത്രത്തോളം പുരുഷാർത്ഥത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അത്രത്തോളം റായൽ രൂപത്തിൻ്റെ വ്യർത്ഥ സങ്കല്പം വ്യർത്ഥമായ സമയത്തിന് സമാപ്തമാക്കുന്നില്ലയോ എന്ന് ബാബ ചോദിക്കുന്നുണ്ട്. കുറച്ച് ഡീപ്പായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. എത്രത്തോളം ഞങ്ങൾ പുരുഷാർത്ഥത്തിൽ മുന്നോട്ട് പോകും അതനുസരിച്ച് റായൽ രൂപത്തിൻ്റെ വ്യർത്ഥ സങ്കല്പം വ്യർത്ഥമായ സമയത്തിന് സമാപ്തമാക്കുന്നില്ലയോ. ചെക്കിംഗ് പോയിൻ്റാണ്. रायल रूप में अभिमान और अपमान व्यर्थ संकल्प के रूप में वार तो नहीं करती. रायल रूपത്തിലുള്ള അഭിമാനം അപമാനം വ്യർത്ഥ സങ്കല്പത്തിൻ്റെ രൂപത്തിൽ നിങ്ങൾ കൂടെ യുദ്ധം ചെയ്യുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നത്. മനസ്സിലാവില്ലേ? റായൽ രൂപത്തിൽ വരും. ഏതാണ്? അഭിമാനവും അപമാനവും രണ്ടുപേർ ക്ലോസ് ആണ്. അവർ വ്യർത്ഥ സങ്കല്പത്തിൻ്റെ രൂപത്തിലും യുദ്ധം ചെയ്യുന്നില്ലല്ലോ എന്ന് ബാബ ചോദിക്കുന്നത്. अगर अभिमान रूप में कोई भी परमात्मा देने को अपनी विशेषता समझते हैं तो उस विशेषता को भी अभिमान नीचे ले आता है. ഒരു പക്ഷേ അഭിമാനത്തിൻ്റെ രൂപത്തിൽ പരമാത്മാവ് നൽകിയിരിക്കുന്ന വിശേഷതയാണ്. അത് തൻ്റെ സ്വന്തം വിശേഷത എന്ന് വിചാരിക്കുകയാണെങ്കിലും ആ വിശേഷതയെ കൂടി അഭിമാനത്തിന് താളത്തിലേക്ക് കൊണ്ടുവരും. പരമാത്മ നൽകിയിരിക്കുന്ന വിശേഷമാണ്. ഞങ്ങൾ ചില സമയം എന്ത് ചെയ്യൂ, അത് എൻ്റെ വിശേഷത്തെയാണെന്ന് ഞങ്ങൾ വിചാരിക്കും. അപ്പോൾ കൂടി എന്ത് ചെയ്യതും ഞങ്ങളെ താഴ്ന്ന സ്റ്റേജിലേക്കും കൊണ്ടുവരും. വിഘ്നരൂപ ബൻ ജാത്താ ഹേ, പിന്നെ അത് വിഘ്നരൂപമായി മാറും. अभिमान भी सूक्ष्म रूप में यही आता है, ये जानते भी हो. मेरापन आया, मेरा नाम मान शान होना चाहिए, ये मेरापन अभिमान का रूप में ले लेता है. ഈ അഭിമാനത്തിന് എന്താ വിഘ്നരൂപമായി മാറും. അഭിമാനത്തിൽ കൂടി സൂക്ഷ്മ രൂപത്തിൽ വരും. ഇത് എനിക്കറിയാം, ഇത് എൻ്റെതാണ്, എൻ്റെ പേരാണ്, പേര് പെരുമാസ്ഥാനം. ഈ എൻ്റെതെന്ന് പറയുന്നത് കൂടി അഭിമാനത്തിൻ്റെ രൂപത്തിലേക്ക് കൊണ്ടുവരും. അവിടെ ഈ അഭിമാനം എൻ്റെതെന്ന് പറയില്ല. ഉണ്ട് ആർക്കെങ്കിലും എൻ്റെത് കണ്ട? ആരും പറയുന്നില്ല. ഓ ആയിട്ടില്ല, അത് കറക്റ്റാണ്. ഇപ്പം എൻ്റെതെന്ന് പറയുന്ന സ്റ്റേജിലാണ് ഉള്ളത്. അത് ബാബയുടേതാവണമെങ്കിൽ അവസാനത്തിലാണ് അല്ല. ഇത് കറക്റ്റാണ്. ये व्यर्थ संकल्प भी संपूर्णता से दूर लेता है. ഈ വ്യർത്ഥ സങ്കല്പങ്ങൾ കൂടി സമ്പൂർണ്ണത്തിൽ നിന്നും ദൂരത്തിലേക്ക് കൊണ്ടുപോകും. വ്യർത്ഥ സങ്കല്പം
അത് കൊടുങ്കാറ്റിൻ്റെ പോലെയാണ്. ക്യോങ്കി ബാപ് ദാദ യഹി ചഹത്തെ ഹേ സ്വമാൻ നാ അഭിമാൻ നാ അപമാൻ. ഈ വ്യർത്ഥ സങ്കല്പം കൂടി സമ്പൂർണ്ണത്തിൽ ഇന്ന് ദൂരത്തിലേക്ക് കൊണ്ടുപോകും. കാരണം ബാപ് ദാദ ആഗ്രഹിക്കുന്നത് സ്വമാനമാണ്, അഭിമാനവുമല്ല അപമാനവുമല്ല. ആഗ്രഹിക്കുന്നതും സ്വമാനം. അതുകൊണ്ട് ബാബ ഇപ്പോൾ പറയുന്നത് എന്താണ്? സ്വമാനത്തിൽ സെറ്റായിട്ടും ബാബയെ ഓർമ്മിക്കണം. യഹി കാരൻ ബൻത്തെ ഹേ വ്യർത്ഥ സങ്കല്പാനേക്ക്. ഈ കാരണം കൊണ്ടാണ് വ്യർത്ഥ സങ്കല്പങ്ങൾ വരുന്നത്. ഏതിൻ്റെ കാരണം? അഭിമാനമാണ്. बाप दादा हर एक बच्चों को डबल मालिकपन का निश्चय और नशे में देखने चाहते हैं. ബാപ് ദാദ ഓരോരോ മക്കളും ഡബിൾ അധികാരിയുടെ നിശ്ചയത്തിലും ലഹരിയിലും കാണാനാണ് ആഗ്രഹിക്കുന്നത്. ബാബയുടെ ഒരു ആഗ്രഹമാണ്, എൻ്റെ എല്ലാ മക്കളും ഡബിൾ അധികാരിയാവണം. ആ നിശ്ചയത്തിലും ലഹരിയിൽ ഇരിക്കാനാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. ഡബിൾ മാലിക്പൻ ക്യാ ഹേ? ഡബിൾ അധികാരം ഏതാണെന്ന് ബാബ ചോദിക്കുന്നുണ്ട്. ഏക് തോ ബാപ് കെ ഖജാനെ കെ മാലിക് ഹേ, ദൂസറ സ്വരാജ് ക മാലിക് ഹേ. ഒന്ന് ബാബയുടെ സമ്പത്തിൻ്റെ അധികാരിയാണ്, രണ്ടാമത്തത് സ്വരാജ്യ അധികാരിയാണ്. ഇതാണ് ഞങ്ങൾ ഡബിൾ അധികാരിയായിരിക്കുന്നത്. ഇതാണ് ബാബ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാം ഇന്ന് ആരാണ്? ഡബിൾ അധികാരികളാണ്. दोनों ही मालिकपन क्योंकि सभी बालक भी हो और मालिक भी हो. ഇത് രണ്ട് അധികാരത്വമാണ്. കാരണം സർവ്വരു ബാലകരാണ്, മാലിക്കറാണ്. ബാലക്സോ മാലിക്കാണ്. लेकिन बाप दादा ने देखा बालक तो सभी है ही क्योंकि सभी कहते हैं मेरा बाबा. പക്ഷേ ബാപ് ദാദ ഇന്ന് കാണുന്നതും എല്ലാവരും ബാലകരാണ്. കാരണം എല്ലാവരും മക്കൾ പറയുന്നുണ്ട് എൻ്റെ ബാബ എൻ്റെ ബാബ, മേരാ ബാബ മേരാ ബാബ. അപ്പം നിങ്ങളെല്ലാവരും ഇന്ന് ആരായി? അധികാരിയായോ ബാലക്കായോ? തോ മേരാ ബാബ അർത്ഥാത്ത് ബാലക് ഹേ ഹി. എൻ്റെ ബാബ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ബാലകരാണ്. ലേക്കിൻ ബാലക് കെ സാത്ത് ദോനോ പ്രകാർ കാ മാലിക് ഹേ. ഈ ബാലകര കൂടെ രണ്ട് പ്രകാരത്തിലുള്ള അധികാരികൾ കൂടിയുണ്ട്. ബാലക്സോ മാലിക്, അതിൽ രണ്ടുണ്ട്. തോ മാലിക് പന്മേ നമ്പർ വാർ ഹോ ജത്തെ ഹേ. പക്ഷെ മക്കൾ അധികാരി ആവുന്ന കാര്യത്തിൽ നമ്പർ വാറാണ്. എല്ലാവരും പറയുന്ന അധികാരിയാണ്. ഇന്ന് നോക്കുമ്പോൾ എല്ലാവരും നമ്പർ വാറാണ്. അതുകൊണ്ട് കസാലയിൽ ഇരിക്കുമ്പോൾ നമ്പർ വാറായിട്ടിരിക്കുന്നത്. ഒരു കസാലയിൽ കാലി വിട്ടിട്ടിരിക്കുന്നത്. ഒരു കസല കാലി വിട്ടാൽ നിങ്ങൾ മാലയുടെ മണിയിൽ കോർക്കപ്പെടുമ്പോൾ നമ്പറിൽ വ്യത്യാസം വരും. അതാണ് നമ്പർ വാർ. ഇവിടനെ പ്രാക്ടീസ് ചെയ്യണം. അവിടെ ഒരു കസലക്കാലിയുണ്ട്. तो मालिकपन में नंबर वार हो जाते हैं. मैं बालक सो मालिक भी हूँ. അതുകൊണ്ട് ഈ പ്രസൻറ്റ് ടൈമിൽ ഞങ്ങൾ ബാലകരാണ്, ഞങ്ങൾ തന്നെ വീണ്ടും അധികാരിയാണ്. वर्षा का खजाना प्राप्त है इसलिए बालकपन का निश्चय और नशा रहता है. സ്വത്തിൻ്റെ സമ്പത്തിൻ്റെ പ്രാപ്തമായിരിക്കുന്നു. ബാബയുടെ സമ്പത്ത് നമുക്ക് പ്രാപ്തമായിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ബാലകരാണ്. ആ നിശ്ചയവും ലഹരിയും ഉണ്ടായിരിക്കണം. എല്ലാവർക്കും നിശ്ചയം ഉണ്ടായിരിക്കണം, ലഹരിയും ഉണ്ടായിരിക്കണം. लेकिन मालिकपन का प्रैक्टिकल में निश्चय का नशा उसमें नंबरवार हो जाते हैं. അധികാരിയാവുന്ന കാര്യത്തിലും പ്രാക്ടിക്കലായിരിക്കുന്ന നിശ്ചയത്തിലും ലഹരിയിലും നമ്പർ വാറാണ്. എല്ലാ അധികാരിന്ന് പറഞ്ഞില്ല, ആ നിശ്ചയത്തിലും ലഹരിയിൽ വരുമ്പം നമ്പർ വാറായി മാറും. സ്വരാജ്യ അധികാരി മാലിക് ഹേ, इसमें विशेष विघ्न डालता है मन है. സ്വരാജ്യ അധികാരി എന്ന് പറഞ്ഞാൽ അധികാരികളാണ്. ഇതിൽ വിഘ്നരൂപം ഉണ്ടാക്കുന്നതും മനസ്സാണ്. മനസ്സ് എവിടെയാണുള്ളത്? മനസ്സുണ്ടോ ഇല്ലയോ? എവിടെയാണുള്ളത് മനസ്സ്? എനിക്ക് കുറേ ദിവസമായി ഓർമ്മയില്ല. ആത്മാവില്ലാണ്. അപ്പോൾ എല്ലാവരുടെ ആത്മാവ് വളരെ ആക്റ്റീവാണ്. മാലിക് ബൻ കബി ബി മൻ കെ വശ് നൈ ഹോ. അധികാരിയായ ശേഷം ഒരിക്കലും മനസ്സിന വശമാക്കരുത്. മനസ്സു വശമായി പോകരുത്. കത്തെ ഹേ സ്വരാജ്യ അധികാരി ഹേ. എല്ലാ മക്കളും എന്താ പറയുന്നത്?
സ്വരാജ്യ അധികാരി സ്വരാജ്യ അധികാരി. തോ സ്വരാജ്യ അധികാരി അർത്ഥാത് സ്വരാജ്യ അധികാരി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? നേരത്തെ പറഞ്ഞില്ലേ ഞങ്ങളെല്ലാം സ്വരാജ്യ അധികാരി എന്ന്. അപ്പോൾ സ്വരാജ്യ അധികാരി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? വസന്ത് ഡോക്ടർ രാജാണ്, രാജാവാണ്. എല്ലാവരും നിങ്ങളെല്ലാവരും ഇന്ന് രാജാമക്കളാണ്. जैसे ब्रह्मा बाप ने हर रोज़ चेकिंग कर मन का मालिक बन विश्व का मालिक का अधिकार प्राप्त कर लिया है. ഏതുപോലെ ബ്രഹ്മബാബ ഓരോരോ ദിവസവും ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് മനസ്സിൻ്റെ അധികാരിയായാലും വിശ്വത്തിൻ്റെ അധികാരം പ്രാപ്തമാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ദിവസവും രാത്രി ഒന്ന് ചെക്ക് ചെയ്യൂ, ഞാൻ മനസ്സിൻ്റെ അധികാരിയാണോ? അപ്പോൾ അധികാരിയായി കഴിഞ്ഞാലും വിശ്വത്തിൻ്റെ അധികാരത്വം പ്രാപ്തമാക്കും. ऐसे ये मन बुद्धि राजा के हिसाब से तो मंत्री ही. ഈ തരത്തിൽ ഈ മനസ്സ് ബുദ്ധിയോ രാജാവിൻ്റെ കണക്കിൽ നോക്കുകയാണെങ്കിൽ മന്ത്രിയാണ്. ആര്? മനസ്സു ബുദ്ധിയോ രാജാവിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിലും മന്ത്രിയാണ്. ये व्यर्थ संकल्प भी मन में उत्पन्न होता है. ഈ വ്യർത്ഥ സങ്കല്പങ്ങൾ കൂടി മനസ്സിൽ ഉത്പന്നമാക്കും. അതുകൊണ്ടല്ലേ ഒരു ദിവസത്തിന് 35,000 മുതൽ 45,000 സങ്കല്പങ്ങൾ ചെയ്യുന്നത്. വ്യർത്ഥ സങ്കല്പങ്ങൾ മനസ്സിലും ഉത്പന്നമായിക്കൊണ്ടിരിക്കും. തോ മൻ വ്യർത്ഥ സങ്കല്പക്കെ വശ് കർ ദേത്താ ഹേ. ഈ മനസ്സുണ്ടല്ലോ വ്യർത്ഥ സങ്കല്പത്തിലേക്ക് വശമായി പോകും മനസ്സ്. अगर आर्डर से नहीं चलते तो मन चंचल बनने का कारण परवश कर लेता है. ഒരു പക്ഷേ ആർഡർ അനുസരിച്ച് നടക്കാതെ കൊണ്ടും മനസ്സിൽ ചഞ്ചലമാകുന്നത് കാരണം മനസ്സ് എന്ത് ചെയ്യും? പരവശമായിക്കളയും. ആർഡർ അനുസരിച്ച് നടക്കാതെ കൊണ്ട് മനസ്സ് ചഞ്ചലമാകും, അത് പരവശമാവും. തോ ചെക്ക് കറും. അതുകൊണ്ട് ദിവസവും ചെക്ക് ചെയ്യണം, എൻ്റെ മനസ്സ് എവിടെയെങ്കിലും പരവശമായിട്ടുണ്ടോ, എൻ്റെ ആർഡർ അനുസരിച്ച് നടക്കുന്നുണ്ടോ. വൈസേ ബി മൻ കോ ഗോഡ കഹത്തെ ഹേ. അതുകൊണ്ട് മനസ്സിനെ കുതിര എന്ന് പറയുന്നത് പുച്ചി പിടിച്ച കുതിരയാണ്, സാധാരണ കുതിരയല്ല. കൊടുങ്കാട്ടിനെ പോലെ ഓടിക്കൊണ്ടിരിക്കും മനസ്സ് എത്രയോ കിലോമീറ്റർ. ക്യോങ്കി ചഞ്ചൽ ഹെന്നും, കാരണം ചഞ്ചലമാണ് മനസ്സ്. ഇപ്പോഴും ചഞ്ചലമുണ്ടാ? കുറച്ച് കൺട്രോളായില്ലേ? കുറച്ച് കൺട്രോളാണിപ്പം. അവർ ആപ്കെ പാസ് ശ്രീമത്ത് ക ലഗം ഹേ. കാരണം താങ്കളുടെ അടുത്ത് ശ്രീമത്തത്തിൻ്റെ കടിഞ്ഞാളമുണ്ട്, കയറിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. अगर श्रीमत का लगाम थोड़ा भी ढीला होता है तो मन चंचल बन जाता है. ഒരു പക്ഷേ ശ്രീമത്തത്തിൻ്റെ കടിഞ്ഞാല കുറച്ച് ലൂസ് ആവുകയാണെങ്കിലും മനസ്സ് ചഞ്ചലമാകും. അവിടെ കുതിര ഓടിപ്പോവും, അതേപോലെ മനസ്സ് ചഞ്ചലമാകും. എപ്പോഴും ശ്രീമത്തിൻ്റെ കടിഞ്ഞാളം ലൂസായാലാണ്. ഇപ്പോൾ ടൈറ്റിലല്ലേ ഉള്ളത്? ഓക്കെ. എന്നാൽ ക്യോ ലഗാം ഡീലാ പുത്തഹി. എന്തുകൊണ്ട് നിങ്ങളെ കടിഞ്ഞാല ലൂസാവുന്നതും ബാബ ചോദിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? പെട്ടെന്ന് ലൂസായിപ്പോ. ക്യോങ്കി കഹാന കഹാ സൈഡ് സീൻ ദേഖ്നെ മേ ലഗ് ജാത്തെ. നിങ്ങൾ പറയും എവിടെയും നോക്കില്ല, ഞാൻ സ്ട്രൈറ്റ് പോകുന്നു. പക്ഷെ ഞങ്ങൾ അവിടെ ഇവിടെ സൈഡ് സീൻ നോക്കിക്കൊണ്ട് പോകും. അതുകൊണ്ടാണ് ഞങ്ങളെ കടിഞ്ഞാണ് ലൂസാവുന്നത്. ഇപ്പം ടൈറ്റ് ആയിട്ടില്ല. ഇപ്പം ഇന്ന് മുതൽ ടൈറ്റ് ആക്കുക. അഗർ ലഗാം ഡീലാ പോത്താ തോ മൻ കോ ചാൻസ് മിൽത്താ ഹേ. കടിഞ്ഞാല ലൂസ് ആവുന്നത് കൊണ്ട് മനസ്സ് എന്ത് ചെയ്യും? അതിന് ചാൻസ് എടുക്കും. കിട്ടിയ ചാൻസ് അതെടുക്കും. ആര്? മനസ്സ്. തോ മേ ബാലക് സോ മാലിക് ഹും ഈ സ്മൃതി മേ സദാ രഹോ. അതുകൊണ്ട് എപ്പോഴും ഞാൻ ബാലക്കിൽ നിന്നും അധികാരിയാണ്, ഈ സ്മൃതിയിൽ സദാ ഇരിക്കണം. മേ ബാലക് സോ മാലിക് ഹും, ഈ സ്മൃതിയിൽ സദാ ഉണ്ടായിരിക്കണം. ചെക്ക് കറോ ഖജാനോं को भी मालिक तो स्वराज्य का भी मालिक ഡബിൾ മാലിക്കും. ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. ഞാനും സർവ്വസമ്പത്തിൻ്റെ അധികാരിയും സ്വരാജ്യത്തിൻ്റെ അധികാരിയും ഡബിൾ അധികാരിയാണോ. സിംഗിളായി പോയാൽ ചാൻസ് നഷ്ടപ്പെടും. അതുകൊണ്ട് എപ്പോഴും എന്തായിരിക്കണം? ഡബിൾ അധികാരിയായിരിക്കണം. ഡബിൾ അധികാരിയാണോ എന്ന് സ്വയം ചെക്ക് ചെയ്യുക. अगर मालिकपन कम होता है तो कमज़ोर संस्कार इमर्ज हो जाता है. ഒരു പക്ഷേ നിങ്ങൾ അധികാരത്വം ഉണ്ടല്ലോ, അത് കുറഞ്ഞാലാണ് ദുർബല സംസ്കാരങ്ങൾ ഇമർജ് ആവും.
ഈ ദുർബലമായിരിക്കുന്ന സംസ്കാരങ്ങൾ ആൾക്കാരുടെ ഇടയ്ക്ക് ഇമർജാവും. എന്തുകൊണ്ട്? ഒരു പക്ഷേ അധികാരത്തിൻ്റെ സീറ്റിൽ സെറ്റാവാതെ പോയാൽ, അധികാരത്വം കുറഞ്ഞാൽ, അപ്പം ദുർബലമായിരിക്കുന്ന സംസ്കാരങ്ങൾ ഇമർജാവും. അപ്പം പിന്നെ എന്താവും? ഇമർജായ ശേഷം അവർ സംസ്കാരം को क्यों अगर मालिकपन होता है तो कमज़ोर संस्कार इमर्ज हो जाता है. അവർ സംസ്കാർ को क्यों कहते हो? എന്തുകൊണ്ട് ഇത് സംസ്കാരം എന്ന് പറയുന്നത്? ചില സമയം പറയില്ല അത് എൻ്റെ സംസ്കാരമാണ്. എന്തുകൊണ്ടാണ് സംസ്കാരം എൻ്റെതെന്ന് പറയുന്നത്? മേര സംസ്കാര ഐസാഹി, എൻ്റേതെന്ന് പറയാൻ വേണ്ടി നിങ്ങൾ എൻ്റെ സംസ്കാരം ആ തരത്തിലാണോ? മേര നേച്ചർ ഐസാഹി ലേക്കിൻ ക്യാ യേ മേര ഹി, എൻ്റെ സംസ്കാരം, എൻ്റെ നേച്ചർ, പക്ഷേ ഇത് എൻ്റെതാണോ? എൻ്റേത് നേരത്തെ തന്നെ വേണമെന്ന് പറഞ്ഞില്ല. പിന്നെ ഇത് എൻ്റെ സംസ്കാരമാണ്, എൻ്റെ നേച്ചറുമാണ്, ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയി ഇതെല്ലാം പറയുന്നതുണ്ടല്ലോ. ഇത് പിന്നെ എന്തുകൊണ്ടാണ് ഇത് എൻ്റെതെന്ന് പറഞ്ഞത്? कहने में तो ऐसा ही कहते हो मेरा संस्कार. സാധാരണ ഭാഷ സംസാരിക്കുമ്പോൾ ഈ തരത്തിൽ പറയും അത് എൻ്റെ സംസ്കാരമാണ്, ഇത് എൻ്റെതാണോ? ബാബ ചോദിക്കുന്നത് യേ മേര ഹേ, മേര സംസ്കാര കഹന റൈറ്റ് ഹേ, എൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് റൈറ്റാണോ? റൈറ്റ് ഹേ? ബാബ വീണ്ടും ചോദിക്കുന്നുണ്ട് ഇത് റൈറ്റാണോ? മേര ഹേ വ രാവൺ കി ജയദാദ് ഹേ, ഇത് എൻ്റെതാണോ അഥവാ രാവണൻ്റെ സ്വത്വമാണോ എൻ്റെതെന്ന് പറയുന്നത്? ആരുടെയാണിത്? കംസോർ സംസ്കാര രാവൺ കി ജയദാദ് ഹേ, ഈ ദുർബലമായിരിക്കുന്ന സംസ്കാരം മായയുടെ സമ്പത്താണ്. നമ്മൾ അത് കുറച്ച് സൂക്ഷിച്ച് വെക്കും, ഇത് കുറച്ച് സൂക്ഷിച്ച് അല്ലേ? രണ്ടും ഇല്ല ഇപ്പം മിക്സായിട്ട് ഇടയ്ക്ക് വരൂ. ഏത്? മായയുടെ സംസ്കാരങ്ങളാണ്. ഉസ്കാ മേര കൈസേ കഹ സക്താ ഹേ, അത് മായയുടെ സമ്പത്താണ്. അതിനെ നിങ്ങൾ എങ്ങനെയാണ് എൻ്റെതെന്ന് പറയാൻ സാധിക്കുന്നത്? മേര സംസ്കാർ കൗൺസാ ഹേ, എൻ്റെ സംസ്കാരം ഏതാണ്? ബാബയുടെ നോളജിൽ വന്ന ശേഷം എൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് ഏതാണ്? ജോ ബാപ്പ് കാ സംസ്കാർ വഹ മേര സംസ്കാർ ഹേ, ഏതാണോ ബാബയുടെ സംസ്കാരം അത് തന്നെയാണ് എൻ്റെ സംസ്കാരമാണ്. തോ ബാപ്പ് കാ സംസ്കാർ കൗൺസാ ഹേ, ബാബയുടെ സംസ്കാരം ഏതാണ്? ബാബയുടേത് വിശ്വകല്യാണം. ബാബയുടെ സംസ്കാരമാണ് ലോകത്തിന് നന്നാക്കുന്നതാണ് വിശ്വകല്യാണം. ശുഭഭാവന ശുഭകാമന, ശുഭഭാവനയും ശുഭകാമനയാണ്. ഇതാർക്കാ ഉള്ളത്? ബാബയ്ക്കാണ്. ഇന്നും എൻ്റെതായി വന്നിട്ടുള്ളത് അല്ല, ബാബയുടെയാണത്. तो कोई भी कमज़ोर संस्कार को मेरा संस्कार कहना भी रॉन्ग है. ഒരു പക്ഷേ ദുർബലമായിരിക്കുന്ന സംസ്കാരങ്ങളെ എൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് കൂടി അത് റോങ്, തെറ്റാണത്. ദുർബലമായത് എൻ്റെതല്ലത്, പറയുന്നത് തെറ്റാണ്. अगर मेरा संस्कार अगर मानो दिल में बिठाया है, ഒരു പക്ഷേ അത് എൻ്റെ സംസ്കാരം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മാനിക്കുകയാണെങ്കിലും അത് ഹൃദയത്തിൽ ഇരുത്തിയതാണ്. എൻ്റെ സംസ്കാരം എന്ന് പറഞ്ഞില്ലേ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യൂ? ಅದನ್ನು ಹೃದಯದಲ್ಲಿ ದಿಲ್ಲಿರ್ತಿಯದು. ಅಶುದ್ಧ ಚೀಸ್ ದಿಲ್ ಮೇ ಬಿಟಾ ದಿಯಾ ಹೇ, ಅಶುದ್ಧമായിരിക്കുന്ന വസ്തുന നിങ്ങൾ ഹൃദയത്തിൽ ഇരുത്തോ? മേരാ ചീസ് സേ തോ പ്യാർ ഹോത്താ ഹേ ന, എൻ്റെ വസ്തു എന്ന് പറയുമ്പോൾ അതിൽ സ്നേഹം ഉണ്ടാക്കും. ആ അശുദ്ധമായ വസ്തുവാണത്. तो मेरा समझने से अपने दिल में जगह दे दिया है, इसलिए कई बार बच्चों को बहुत युद्ध करनी पड़ती है. എൻ്റെതെന്ന് വിചാരിച്ചിട്ട് ആരാണോ തൻ്റെ മനസ്സിൽ അതിലേക്ക് സ്ഥലം നൽകിയിരിക്കുന്നത്, അതുകൊണ്ട് ചില പ്രാവശ്യം ചില മക്കൾ കൂടുതൽ യുദ്ധം ചെയ്യേണ്ടി വരും. മോശമായതിനാണ്. എൻ്റേതെന്ന് പറഞ്ഞിട്ട് ഹൃദയത്തിൽ ഇരുത്തി വെച്ചു. അപ്പം എന്ത് ചെയ്യാൻ തുടങ്ങിയതും യുദ്ധം ചെയ്യാൻ വന്നു. ചില മക്കളിലാണ്, എല്ലാ മക്കളിലല്ല, ചില മക്കളിലാണ്. क्योंकि अशुभ और शुभ दोनों का दिल में बिठा दिया है. കാരണം അശുഭവും ശുഭവും രണ്ടിനും ഹൃദയത്തിൽ പിടിച്ചിരുത്തി വെച്ചു. അതങ്ങനെയല്ല ഹാർട്ട് അറ്റാക്ക് ആവുന്നത്. വളരെ ഈസി ആയിട്ട് ഹാർട്ട് അറ്റാക്ക് ആവും. എന്തുകൊണ്ട്? നല്ലതിനോ മോശത്തിനോ എല്ലാം ഹൃദയത്തിൽ പിടിച്ചിരുത്തിയാണ്.
दोनों क्या करेंगे? ഈ രണ്ട് പേര് കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഹൃദയത്തിൽ യുദ്ധ ഹി തോ കरेंगे രണ്ട് പേരും യുദ്ധം ചെയ്യും. അപ്പോൾ അറ്റാക്ക് ആവും ഈസി ആയിട്ട്. जब ये संकल्प में आता है वाणी में भी आता है मेरा संस्कार. എപ്പോഴാണ് സങ്കല്പത്തിൽ വരുന്നതും അത് വചനത്തിൽ വരും. എൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് സങ്കല്പത്തിൽ വന്നാൽ അത് പ്രവർത്തനത്തിൽ വരും. तो चेक करो ये शुभ संस्कार मेरा संस्कार नहीं है. അതുകൊണ്ട് അശുഭ സംസ്കാരം മേരാ സംസ്കാരം नहीं है. അതുകൊണ്ട് ദിവസവും സ്വയം ചെക്ക് ചെയ്യണം. അശുഭമായിരിക്കുന്ന സംസ്കാരം എൻ്റെ സംസ്കാരമല്ല. അതാരുടെയാണ്? तो സംസ്കാര പരിവർത്തനം करना पड़े. അതുകൊണ്ട് ബാബ പറഞ്ഞു എന്തെങ്കിലും ആയിക്കോട്ടെ, ഇന്ന് ഭട്ടിയിലാണ് ഇരുന്നിട്ടുള്ളത്, സംസ്കാരങ്ങളെ പരിവർത്തനം ചെയ്യേണ്ടി വരും. बाप दादा हर एक बच्चों को पद्मा गुण भाग्यवान चलन और चेहरे में देखने चाहते हैं. ബാബയ്ക്ക് ഒരുപാട് ആഗ്രഹങ്ങളാണ് മക്കളോട്. ഇപ്പം ബാബ പറയുന്നത് എന്തറിയാം? ഓരോരോ മക്കളും പതുമ ഗുണ ഭാഗ്യവാൻ നടുപ്പിലും പെരുമാറ്റത്തിലും കാണാനാണ് ആഗ്രഹിക്കുന്നത്. 100 ഇരട്ടി നിങ്ങളെ നടുപ്പിലും പെരുമാറ്റത്തിലും ഭാഗ്യവാന്മാരായി കാണാൻ ആഗ്രഹിക്കുന്നതാണ്. എന്തെല്ലാം ആഗ്രഹമുണ്ട് ബാബയ്ക്ക്, പക്ഷെ മക്കൾക്ക് വേണ്ട. അതെവിടെയാണ് കാണേണ്ടത്? മനസ്സിലാവാതെ കൊണ്ടാ? പ്രാക്ടിക്കലായിട്ട് ഇല്ലാതെ കൊണ്ടാണ്. അപ്പോൾ മനസ്സിലായി, പ്രാക്ടിക്കൽ ഇല്ലാതെ കൊണ്ടും നടപ്പിലും പെരുമാറ്റത്തിലും ഭാഗ്യം നിങ്ങൾ കാണുന്നില്ല. കൈ ബच्चे कहते हैं भाग्यवान तो बने हैं लेकिन चलते फिरते भाग्य इमर्ज हो മർജ് ഹോ ജാത്താ ഹെ. ചില മക്കൾ പറയിപ്പോൾ ആ ഭാഗ്യവാൻ തന്നെയാണ്, പക്ഷെ നടക്കുമ്പോൾ തിരിയുമ്പോൾ ഭാഗ്യം ഇമർജാവും. അത് ഇമർജാവേണ്ടതാണ്, അത് മർജായി പോകും. ഞാൻ നല്ല ഭാഗ്യവാനാണ്, 100 ഇരട്ടി ഭാഗ്യവാന്മാരെന്ന് വിചാരിക്കും. പിന്നെ ജ്ഞാനമാർഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഏതാണോ ഇമർജാവേണ്ടത് അത് മർജായി പോകും. അപ്പം അവിടെ സ്ട്രക്കായി. बाप दादा हर समय हर बच्चों के मस्तक में भाग्य का सितारा चमकता हुआ देखने चाहते हैं. ബാപ് ദാദ ഓരോരോ സമയത്തിലും ഓരോരോ മക്കളുടെ മസ്തകത്തിലും ഭാഗ്യത്തിൻ്റെ നക്ഷത്രം തിളങ്ങിക്കൊണ്ടിരിക്കുന്നത് കാണാനാണ് ആഗ്രഹിക്കുന്നത്. ഒരുപാട് ആഗ്രഹത്തോടാണ് ബാബ വന്നിരിക്കുന്നത്. ഓരോരോ സമയത്തിലും ഓരോരോ മക്കളുടെ മസ്തകത്തിലും ഭാഗ്യ നക്ഷത്രം തിളങ്ങിക്കൊണ്ടിരിക്കുന്നത് കാണാനാണ് ആഗ്രഹിക്കുന്നത്. कोई भी आपको देखो तो चेहरे से चलन से ഭാഗ്യവാൻ ദിക്കായി ദേ. ഒരു പക്ഷേ താങ്കളെ ആരെങ്കിലും കാണുകയാണെങ്കിലും നിങ്ങളെ മുഖത്തിലും നടപ്പിലും ആ ഭാഗ്യം കാണാൻ പെടണം. ചോദിക്കരുത് എന്നെ കാണുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ലോകത്തുള്ള മനുഷ്യർ പറയണോ നിങ്ങളെ കാണുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്? ഞങ്ങൾ ചോദിച്ച് കളയൂ എന്നെ കാണുമ്പോൾ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അത് ചോദിക്കാൻ പാടില്ല. आप बच्चे द्वारा बाप की प्रत्यक्षता होगी. കാരണം താങ്കൾ മക്കളിലൂടെയാണ് ബാബയുടെ പ്രത്യക്ഷത ഉണ്ടാവുന്നത്. क्योंकि वर्तमान समय मेजॉरिटी अनुभव करने चाहते हैं. ഈ വർത്തമാന സമയത്തിൽ മെജോറിറ്റി മക്കൾ അനുഭവം ചെയ്യാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. जैसे आजकल की साइंस प्रत्यक्ष रूप में दिखाती है ना. ബാബ പറയുന്നത് ഏതുപോലെ ഇന്നത്തെ കാലത്തിൽ സയൻസ് ഉണ്ടല്ലോ അത് പ്രത്യക്ഷ രൂപമാണ് കാണിക്കുന്നത്. സയൻസ് അനുഭവ കറാത്തി ഹേ, അത് പ്രത്യക്ഷ രൂപത്തിൽ അനുഭവം ചെയ്യിപ്പിക്കും. ഘർമ കാ ബി അനുഭവ കറാത്തി ടണ്ടായി കാ ബി അനുഭവ കറാത്തി ഹേ. ഈ ഏത് തരത്തിൽ സയൻസ് ചൂടിൻ്റെ അനുഭവം ചെയ്യിപ്പിക്കും, ശീതളതയുടെ അനുഭവം ചെയ്യിപ്പിക്കും. കുറച്ച് ചൂടായി കഴിഞ്ഞാൽ എന്തൊരു ഫാൻ ഇടും, അതിൽ ചൂട് പോകുന്നില്ല എന്ന് പറയുമ്പോൾ AC ഇടും. ആ തരത്തിൽ അനുഭവം ചെയ്യിപ്പിക്കും. ഏത് സയൻസാണ്, അത് സയൻസിൻ്റെ കാര്യമാണ്. जितना जितना स्वयं अनुभव में रहेंगे तो औरों को भी अनुभव कर सकेंगे. ആരാണോ എത്രത്തോളം സ്വയം അനുഭവം ചെയ്യുന്നോ അവർ മറ്റുള്ളവർക്ക് കൂടി അനുഭവം ചെയ്യിപ്പിക്കാൻ സാധിക്കും. സ്വയം ചെയ്യുകയാണെങ്കിലും മറ്റുള്ളവർക്ക് അനുഭവം ചെയ്യിപ്പിക്കാനും സാധിക്കും.
बाप दादा ने इशारा दिया ही है कभी कंबाइंड रूप सेवा करो. ബാബ് ദാദ ഇപ്പം മക്കൾക്ക് സൂചന നൽകുകയാണ്. ഇപ്പം നിങ്ങൾ കമ്പൈൻഡ് സേവനം ചെയ്യണം, കമ്പൈൻഡ് രൂപത്തിൻ്റെ സേവനം ചെയ്യണം. കമ്പൈൻഡ് ആയിട്ട് സിർഫ് ആവാസ് സെ നഹി ലേക്കിൻ ആവാസ് കെ സാത്ത്, കേവല ശബ്ദത്തിലൂടെ മാത്രമല്ല, ശബ്ദത്തിൻ്റെ കൂടെ വചനത്തിൻ്റെ കൂടെ എന്ത് ചെയ്യണം? അനുഭവി മൂർത്തി ബൻ അനുഭവ് കരാനെ കി ബി സേവ കറോ. കേവല ശബ്ദത്തിൻ്റെ വചന സേവ മാത്രമല്ല, വചനത്തിൻ്റെ കൂടെ അനുഭവി മൂർത്തിയായി അനുഭവം ചെയ്യിപ്പിക്കുന്ന സേവ ചെയ്യിപ്പിക്കണം. അവർ പറയണം, ലോകത്തുള്ള മനുഷ്യർ എനിക്ക് അനുഭവമായി. कोई ना कोई शांति का अनुभव, खुशी का अनुभव, आत्मिक प्यार का अनुभव, अनुभव ऐसा चीज़ है जो एक बार भी अनुभव हुआ तो छोड़ नहीं सकता है. ചില സമയം ശാന്തിയുടെ അനുഭവം, ചില സമയം സന്തോഷത്തിൻ്റെയും ആത്മീയ സ്നേഹത്തിൻ്റെ അനുഭവം ചെയ്യിപ്പിക്കണം. അനുഭവം എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാലും ഒരു പ്രാവശ്യം അനുഭവമായി കഴിഞ്ഞ ശേഷം ആ അനുഭവത്തിന് ഒരിക്കലും ഒളിവാക്കാൻ സാധ്യമല്ല. ചിലവർ പറയില്ല, എനിക്ക് അന്നത്തെ ദിവസം എന്തൊരു അനുഭവമാണെന്ന് പറയാൻ പറ്റുന്നില്ല. ആ തരത്തിലുള്ള അനുഭവമായിട്ടുണ്ടെങ്കിൽ അതിന് ഒരിക്കലും ആ അനുഭവത്തിന് ഒളിവാക്കാനോ ഇല്ലാതാക്കാൻ സാധിക്കില്ല. സുനി ഹുയി ചീസ് ബോൾ സക്തേ ഹെ ലേക്കിൻ അനുഭവ് കി ചീസ് ബോൾത്തി നഹീ ഹെ. കേട്ട കാര്യങ്ങളെ ഞങ്ങൾ മറക്കാൻ സാധിക്കും, പക്ഷേ അനുഭവം ചെയ്ത കാര്യങ്ങളെ ഒരിക്കലും മറക്കാൻ സാധ്യമല്ല. കാരണം അത് ഞങ്ങൾ പ്രാക്ടിക്കൽ ലൈഫിൽ വന്നതല്ല, അതുകൊണ്ട് അതിനെ മറക്കാൻ സാധിക്കില്ല. അപ്പോൾ അനുഭവ കരാനെ വാലോങ്ക സമീപിലാത്തി ഹെ, അത് അനുഭവം ചെയ്യിപ്പിക്കുന്നവരെ സമീപത്തിലേക്ക് കൊണ്ടുവരും. അവരെ സമീപത്തിലേക്ക് കൊണ്ടുവരും അനുഭവം ചെയ്യിപ്പിക്കുന്നവർ. സബി പൂച്ഛത്തെ ഹെ അബി ആകെ കെ ലിയെ ക്യാ നവീനത കരെ. എല്ലാ മക്കളും ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ മുന്നോട്ട് പോകാൻ വേണ്ടി എന്തെങ്കിലും ഒരു നവീനത്വം ചെയ്യണമല്ലോ, എന്താണ് ചെയ്യേണ്ടത്, ന്യൂനെസ് എന്താ കൊണ്ടുവരേണ്ടത്, എന്തെങ്കിലും പ്ലാൻ ആക്കിയിട്ടുണ്ടോ? ഒന്നുമില്ല. ഇപ്പോൾ ബാബ തന്നെ ചോദിക്കുന്നത് എന്തെങ്കിലും നവീനത കൊണ്ടുവരണമെന്ന്. എന്താ നിങ്ങൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ എന്താണ് ഞങ്ങൾ നവീനത കൊണ്ടുവരുന്നതെന്ന്. तो बाप दादा ने देखा सर्विस तो सभी उमंग उत्साह से कर रहे हो, हर एक वर्ग भी करा रहे. ബാബ് ദാദ കണ്ടതും എല്ലാ മക്കളും സേവനം നല്ല ഉണർവ് ഉത്സാഹത്തിലൂടെ സേവനം ചെയ്യുന്നുണ്ട്. എല്ലാ വിങ്സിലുള്ളവരും സേവനം ചെയ്യുന്നുണ്ട്. ആജ് ബി ബഹുത്ത് വർഗ് ഇക്കട്ടെ ഹുയെന്നും, ഇന്നത്തെ കാലത്തിൽ എല്ലാ വിങ്സുകളും ഒന്നിച്ചിരുന്നിട്ട്, 1-2 വിങ്സ് എല്ലാം ഒന്നിച്ചിരുന്നിട്ട് സേവനം ചെയ്യുന്നുണ്ട്. മെഗാ പ്രോഗ്രാമി കർലിയാ ഹെ. ബാബ പറയുന്നത് കണ്ണൂർക്കാർ മെഗാ പ്രോഗ്രാം ചെയ്തില്ല, അതുകൂടി ചെയ്തു. ഇന്നലെ ബെഞ്ചി അവിടെ പോലീസ് ഗ്രൗണ്ടിൽ വരുമ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഇവിടെയല്ലേ മെഗാ പ്രോഗ്രാം നടത്തിയതെന്ന്. മെഗാ പ്രോഗ്രാം ബി കർലിയ സന്ദേശ് തോ ദേ ദിയ അപ്ന ഉൽഹാന നിക്കൽ ലിയ ഹെ. നിങ്ങൾ മെഗാ പ്രോഗ്രാം ചെയ്തും സർവർക്കും സന്ദേശം നൽകി സർവരുടെയും പരാതിയും ഇല്ലാതാക്കി. പാറു പരാതി പറയുന്നില്ല, എല്ലാവർക്കും മെസ്സേജ് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല. 10% കൂടി കിട്ടിയിട്ടില്ല. പരാതി പറയാൻ തുടങ്ങും. ഇസ്കി മുബാരക് ഹോ. ബാബ പറഞ്ഞു എന്തെങ്കിലും ആയിക്കോട്ടെ, പരാതി പറഞ്ഞവർ പറഞ്ഞിക്കോട്ടെ, എല്ലാവർക്കും ആശംസകളെ പറഞ്ഞു ബാബ, സമാധാനാക്കി. ലേക്കിൻ അബി തക്ക് ഈ ആവാസ് നൈ ഫൈലാ ഹെ കി ഏ പരമാത്മ ജ്ഞാൻ ഹെ. പക്ഷേ ഇതുവരെയും ഈ ശബ്ദം ഇന്നും വന്നിട്ടില്ല, ഇത് പരമാത്മയുടെ ജ്ഞാനമാണ്. ഇതുവരെയും ആരുടെ വായിൽ വന്നിട്ടില്ല. ഇപ്പോൾ ഇത് പരമാത്മയുടെ ജ്ഞാനമാണ്. ബ്രഹ്മകുമാരിയ കാര്യ അച്ഛാ കറുഹി. എല്ലാവരും പറയും ബ്രഹ്മകുമാരീസ് നല്ല കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്രഹ്മകുമാരിയോ കാ ജ്ഞാൻ ബഹുത്ത് അച്ഛാ ഹെ. ബ്രഹ്മകുമാരീസിൻ്റെ ജ്ഞാനം വളരെ നല്ലതാണ്, പക്ഷേ സമയമില്ല എന്ന് പറയും. അതിൻ്റെ കൂടെ തന്നെ പറയും നല്ല ജ്ഞാനമാണ്, അവിടെ ഒരു പക്ഷേ വരും, അതാണ് സമയമില്ല എന്ന് പറയുന്നത്. അത് പറയുന്നില്ല. ഏ ജ്ഞാൻ ബഹുത്ത് അച്ഛാ ഹെ ലേക്കിൻ യഹി പരമാത്മ ജ്ഞാൻ ഹെ, പരമാത്മ കാര്യ ചൽ രഹേ ഏ ആവാസ് ഫൈൽ. ഇപ്പം ലോകത്തുള്ള മനുഷ്യർ പറയും നല്ലതാണെന്ന്. ഇപ്പം അവർ ലോകത്തുള്ള മനുഷ്യർ തന്നെ എന്താണ് പറയേണ്ടതും, ഇത് പരമാത്മയുടെ ജ്ഞാനമാണ്, പരമാത്മയുടെ കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നതും, ഈ ശബ്ദമാണ് വ്യാപിപ്പിക്കേണ്ടത് 4 ഭാഗത്തിൽ. മെഡിറ്റേഷൻ കോഴ്സ് ബി കരാത്തേ ഹോ. മെഡിറ്റേഷൻ്റെ കോഴ്സ് കൂടി
ചെയ്യിപ്പിക്കണം. ആത്മാ കാ പരമാത്മ സെ കണക്ഷൻ ബി ജോഡ്തേ ഹോ. ആത്മാക്കു പരമാത്മക്കുള്ള കണക്ഷൻ കണക്ട് ചെയ്യിപ്പിക്കണം. ഞങ്ങളെന്ത് ചെയ്യൂ? ഞങ്ങൾക്കുള്ള കണക്ഷൻ കണക്ട് ആക്കും, മേലത്തെ കണക്ഷൻ കട്ടാക്കി കളയും. അത് ആകരുത്. ബാബ പറയുന്നതും ആത്മാവുക്ക് പരമാത്മാവുള്ള കണക്ഷൻ കണക്ട് ചെയ്യിപ്പിക്കണം. ലേക്കിൻ അബി പരമാത്മ കാര്യ സ്വയം പരമാത്മ കരാറേ ഹേ. പക്ഷേ ഇപ്പോൾ പരമാത്മയുടെ കാര്യം സ്വയം പരമാത്മാവാണ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പറയണം ലോകത്തുള്ള മനുഷ്യർ. അപ്പേ ബാബയെ പ്രത്യക്ഷമാവും. ഏ ബഹുത്ത് കം അനുഭവം കൃത്യേ. ഈ കാര്യത്തിൽ വളരെ കുറവാണ് അനുഭവം ചെയ്യുന്നത്. ഇത് ചെയ്യുന്നില്ല. അപ്പം അത്രയ്ക്കും ബാബയോട് കണക്ഷൻ കണക്ട് ആക്കിയിട്ടില്ല എന്നർത്ഥമാണ് അല്ല. അത് നോക്കാറ ഉച്ചയാക്കുന്നില്ല. आत्मा धारणा ये प्रत्यक्ष हो रही है. अच्छा कार्य कर रहे हैं, अच्छा बोलते हैं, अच्छा सिखाते हैं, यह तक ठीक है. ആത്മാവും പിന്നീട് ധാരണയും ഇത് പ്രത്യക്ഷമായിക്കൊണ്ടിരിക്കണം. നല്ല കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ബ്രഹ്മകുമാരീസ് നല്ലതാണ് പറയുന്നതും നല്ലതാണ് കാണിക്കുന്നതും ഇതുവരെയും ഓക്കെയാണ്. ഇതുവരെ ചെയ്തത് കാരണം 89 വർഷമായി ഇവിടെ വരെയും ഓക്കെയാണ്. ഇനി അങ്ങോട്ടേക്ക് ഇന്നൊരു 10 വർഷത്തിലാണ് ഉള്ളത്. ഇപ്പം नॉलेज अच्छा है इतना भी कहते हैं लेकिन परमात्मा नॉलेज है ये आवाज़ बाप के नज़दीक लाएगा. ജ്ഞാനം നല്ലതാണ്, ഇത്രയ്ക്ക് പറയൂ പരമാത്മയുടെ ജ്ഞാനമാണ് നല്ലതാണ്. പക്ഷേ ഈ ശബ്ദം എവിടത്തേക്ക് എത്തണം? പരമാത്മയുടെ അടുത്തെത്തണം, ബാബയ്ക്ക് എത്തണം. ഇത് जितना बाप का नज़दीक आएंगे उतना अनुभव स्वतः ही करते रहेंगे. എത്രത്തോളം ബാബയുടെ അടുത്ത് വരണോ അത്രത്തോളം സ്വതവേ അനുഭവം ചെയ്തുകൊണ്ടിരിക്കും. ബാബയുടെ അടുത്ത് സമീപത്തിലേക്ക് കൊണ്ടുവരണം. तो ऐसा प्लान बनाओ. ബാബ പറഞ്ഞ ഇപ്പോൾ ഈ തരത്തിലുള്ള നിങ്ങൾ പ്ലാൻ ഉണ്ടാക്കണം. ഏത് തരത്തിലുള്ള പ്ലാനും? ബാബയുടെ നോളജ് മനസ്സിലാക്കി കൊടുത്ത് അവർക്ക് ബാബയുടെ കണക്ഷൻ കണക്ട് ചെയ്യാൻ പഠിപ്പിക്കണം. പിന്നീട് ഈ ജ്ഞാനം നല്ലതാണെന്ന് പറയുന്നത് ഇത് പരമാത്മയുടെ ജ്ഞാനം പരമാത്മയുടെ ചെവിക്ക് എത്തിപ്പിക്കണം. അപ്പേ കാര്യം നടക്കും. ആ തരത്തിലുള്ള പ്ലാൻ ഉണ്ടാക്കണം. എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ എന്ത് ചെയ്യും? ആരെങ്കിലും ഒരാളിനെ കൊണ്ടുവരും. ഇവിടെ വന്ന് ഇത് രാജയോഗ സെൻറ്ററാണ്, 7 ദിവസത്തിൻ്റെ കോഴ്സാണ്, ഇവിടെ എടുത്തോന്ന് പറയൂ. പിന്നെ അവർ 4 ദിവസത്തിലേക്ക് കാണാതായി പിന്നെ നോക്കുകയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഒരു 6 മാസം അവരെ പിന്നാലെ ഉണ്ടാവണം. അപ്പേ അവർ ജ്ഞാനത്തിൽ ഉറപ്പാവും. പരമാത്മയുടെ ജ്ഞാനം മനസ്സിലാവുന്നത് അപ്പോഴാണ്. ഒരു 6 മാസം അവരെ പിന്നാലെ കൊണ്ടുവന്ന ആൾ അവരെ പിന്നാലെ നടന്നാലേ കാര്യം നടക്കും. ഞങ്ങൾ 2 ദിവസം 3 ദിവസത്തെ വിട്ട് കളയും. അതുകൊണ്ട് ഇപ്പം എന്തെങ്കിലും ഒരു പ്ലാൻ ആക്കുക. ഭാഷണമേ ഐസ കുച്ച് ജോഹർ ബറും. പ്രഭാഷണം ചെയ്യുന്ന സമയത്തിൽ പ്രഭാഷണത്തിൽ നല്ല മൂർച്ച ഉണ്ടായിരിക്കണം, ഷാർപ്പ്നെസ് ഉണ്ടായിരിക്കണം. പ്രഭാഷണം ചെയ്ത് കഴിഞ്ഞ ശേഷം അവർക്ക് അത് എഫക്റ്റ് ആവണം. ആ തരത്തിലുണ്ടായി പ്രഭാഷണം ചെയ്യണം. ജിസ്മേ പരമാത്മ ക നസ്ദീക് ആ ജായി. അതിലൂടെ ആ പ്രഭാഷണത്തിലൂടെ പരമാത്മയുടെ അടുത്തിലേക്ക് വരാൻ സാധിക്കും. എന്തെങ്കിലും അടുത്തിലേക്ക് എത്തിയെന്ന് പറയാൻ സാധിക്കണം. ദിവ്യ ഗുണോ കി ധാരണ ഇസ്മേ അറ്റൻഷൻ ഗയാ ഹി. ദിവ്യ ഗുണങ്ങളുടെ ധാരണയിൽ ഇതിൽ ശ്രദ്ധ ഉണ്ടാവണം. ദിവ്യ ഗുണങ്ങളെ ധാരണ ചെയ്യണം. आत्मा का ज्ञान देता है, परमात्मा का ज्ञान देता है ये कहते हैं लेकिन परमात्मा आ चुका है. അപ്പോൾ ലോകത്തുള്ള മനുഷ്യർ പറയണം ഇത് ആത്മായുടെ ജ്ഞാനമാണ് നൽകുന്നത്. ബ്രഹ്മകുമാരീസ് പരമാത്മയുടെ ജ്ഞാനമാണ് നൽകുന്നത്. അപ്പം അവർ പറയൂ പരമാത്മാവും ഭൂമിയിൽ അവതരിച്ചിട്ടുണ്ട്, പരമാത്മ ഭൂമിയിൽ വന്നിട്ടുണ്ട്. പരമാത്മ കാര്യ സ്വയം പരമാത്മ ചലരഹേ. പരമാത്മയുടെ കാര്യ സ്വയം പരമാത്മാവാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് പറയണം. ഈ പ്രത്യക്ഷത ചുംബക്കി തരഫ് സമീപിലായെങ്കിൽ ഈ പ്രത്യക്ഷത്തെയാണ് കാന്തത്തിൻ്റെ പോലെ സമീപത്തിലേക്ക് കൊണ്ടുവരും. आप लोग भी समीप तब आए जब समझा बाप मिला ही. അതേപോലെ താങ്കൾ കൂടി എപ്പോഴാണ് ബാബയുടെ ജ്ഞാനം അറിവ് ലഭിച്ചു അപ്പോഴാണ് താങ്കൾ ബാബയുടെ സമീപത്തിലേക്ക് വന്നത്. ഇല്ലെങ്കിൽ വരുവാം ഇല്ല. बाप से मिलना है ना. स्नेही मेजॉरिटी बनते हैं. वह क्या समझे कि स्नेही मेजॉरिटी स्नेही आओ.
അവർ എങ്ങനെയാണ് സ്നേഹിയാവുന്നത്? അവരെന്ത് വിചാരിക്കൂ? കാര്യ ബഹുത് അച്ഛാ ഹി. ഇപ്പം അവർ പറയൂ ഈ കാര്യം വളരെ നല്ലതാണെന്ന്. ജോ കാര്യ ബ്രഹ്മകുമാരീസ് കർ രഹി ഹെ വോ കാര്യ കോയി കർ നഹീ സക്താ ഹി. ലോകത്തുള്ള മനുഷ്യർ പറയണം, ഏതാണോ ബ്രഹ്മകുമാരീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ആ കാര്യം വേറെ ആർക്കും ചെയ്യാൻ സാധ്യമല്ല. ലോകത്തുള്ള മനുഷ്യർ പറയണം, ആ സ്റ്റേജിലേക്ക് കൊണ്ടുവരണം. പരിവർത്തൻ കരാത്തി ഹെ, പരിവർത്തനമാണ് ചെയ്യിപ്പിക്കുന്നത്. लेकिन परमात्मा बोल रहे हैं, परमात्मा से वर्षा लेना है, इतना नज़दीक नहीं आते. പക്ഷേ ഇതുവരെയും പരമാത്മാവാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പരമാത്മാവിൽ നിന്നാണ് സമ്പത്ത് നേടുന്നത്. ഇത്രയ്ക്കും അടുത്ത് വന്നിട്ടില്ല എന്ന് ബാബ പറയുന്നത്. 89 വർഷമായിട്ട് ഇത്രയ്ക്ക് ഈ സ്റ്റേജിലേക്ക് ഇന്നും എത്തിയിട്ടില്ല. क्योंकि अभी जो पहले समझते नहीं थे कि ब्रह्म कुमारी क्या करती है. ഇപ്പം ആദ്യം എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല ബ്രഹ്മകുമാരീസ് എന്താണ് ചെയ്യുന്നതെന്ന്. ക്യാ ഇന്നോ കി നോളേജ് ഹേ വോ സമജ്നെ ലഗേ ഹേ. ഇത് അവരുടെ ഇത് നോളജ് ബ്രഹ്മകുമാരീസ് നൽകുന്ന നോളജ് എന്ന് ഇതുവരെയും മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ ഇതുവരെ ഇത്രയ്ക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ മനസ്സിലാക്കും എന്താണ് ഇവർക്ക് ബ്രഹ്മകുമാരീസിൽ ചെയ്യിപ്പിക്കുന്നത് പരമാത്മയുടെ ജ്ഞാനമാണ്. ലോകത്തുള്ള മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റും. लेकिन परमात्मा प्रत्यक्षता अगर समझ जाए कि परमात्मा का ज्ञान है तो रुका सकते हैं. പരമാത്മാവ് പ്രത്യക്ഷമായാലും പരമാത്മയുടെ അറിവെന്ന് മനസ്സിലായി കഴിഞ്ഞാലും പരമാത്മയുടെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആർക്കതിനെ തടയാൻ സാധ്യമല്ല. പോയി മനസ്സിലാക്കിക്കൊന്ന് പറയും. ആ തരത്തിൽ നിങ്ങൾ പെരുമാറ്റം ഉണ്ടായിരിക്കണം. അബി അച്ഛാ ഹേ യാ തക്ക് ഹേ പൗഞ്ചേ ഹേ അച്ഛാ ബന്ന ഹേ. ഇപ്പം എന്താന്ന് പറഞ്ഞാലും നല്ലതാണെന്നുള്ള ആ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ജ്ഞാനം നല്ലതാണ്. അച്ഛാ ബന്ന ഹേ, നല്ലതായി മാറണം. ഈ ലഹർ പരമാത്മാ പ്യാർ കി അനുഭൂതി സേ ഹോഗി. ഇത് പരമാത്മയുടെ സ്നേഹത്തിൻ്റെ അനുഭൂതിയുടെ അലകളെ ഉണ്ടാക്കണം. ആ തരത്തിലുള്ള ഇതിലേക്ക് കൊണ്ടുവരണം. തോ അനുഭവി മൂർത്ത് ബൻ അനുഭവ കറാവും. അതുകൊണ്ട് ബാബ പറയുന്നത് സ്വയം അനുഭവി മൂർത്തിയായി അനുഭവം ചെയ്യിപ്പിക്കണം. അബി ഡബൽ മാലിക് പൻ കി സ്മൃതി സെ സമർത്ഥ ബനാവും. ഇപ്പം ഡബൽ അധികാരിയുടെ സ്മൃതിയിലൂടെ സമർത്ഥരാക്കുക. എന്ത് ചെയ്യുന്നു നിങ്ങളിപ്പം? നേരത്തെ പറഞ്ഞില്ലേ ഡബൽ അധികാരി. ആ സ്മൃതിയിൽ ഇന്നും സ്വയം സമർത്ഥരായി അന്യരെയും സമർത്ഥമാക്കണം. അച്ഛാ സേവ ക ടേൺ പഞ്ചാബ് സോൺ ക ഹി. സേവയുടെ ടേണായിരുന്നു പഞ്ചാബ്ക്കാരുടേതാണ്. ഹാത്ത് ഹിലാവ്, പഞ്ചാബ്ക്കാരെല്ലാം കൈയെല്ലാം കാണിച്ചു. അച്ഛാ ഹേ ജിസ് ബി സോൺ ക ടേൺ മിൽത്താ ഹേ വ ഖുഷി ദിൽ സെ ആ ജാത്തെ ഹേ. ബാബ്ദാദ പറഞ്ഞു നല്ലതാണ്. ഏത് സമയത്തിൽ ഏത് സോണക്കാണ് സേവ ലഭിക്കുന്നതും അവർ വളരെ സന്തോഷത്തിലൂടെ സേവനം ചെയ്യും. പഞ്ചാബ് സോൺ മേ 4000 ആയി. പഞ്ചാബിൽ ഇന്നും 4000 ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ആ മിലനത്തിന്. എപ്പോഴാണ്? 2006 ബാബ്ദാദ കോ ബി ഖുഷി ഹോത്തി ഹേ ഹർ ഏക് സോൺ സേവ കാ ചാൻസ് അച്ഛാ ലേ ലേത്താ ഹേ. ബാബ്ദാദയ്ക്ക് കൂടി സന്തോഷമായി ഓരോരോ സോണിലുള്ളവർ നല്ല രീതിയിൽ സേവയുടെ ചാൻസ് എടുത്ത് നന്നായിട്ട് സേവനം ചെയ്യുന്നു. പഞ്ചാബ് കോ സബി കോമൺ രീതി സെ ഷേർ കർത്തെ ഹേ. പഞ്ചാബ് ഷേർ അവർ ബാബ്ദാദ കർത്തെ ഹേ. ഷേർ അർത്ഥാത് വിജയ് ഹേ. പഞ്ചാബ് എന്ന് പറഞ്ഞാലും അവർക്ക് സിംഹത്തിന് സമാനമെന്ന് പറയും. പഞ്ചാബ് ഏതിന് സമാനം? ഷേർക്ക് സമാനം, സിംഹത്തിന് സമാനമെന്ന് ബാബ പറയുന്നത്. ഷേർ എന്ന് പറഞ്ഞാൽ അർത്ഥമാണ് വിജയ്. സിംഹ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? വിജയ്. പഞ്ചാബുകാരെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? വിജയികളാണ്. ഇപ്പം കേരളക്ക് എന്താ പറയുന്നത്? കേരളക്ക് എന്താ പറയുന്നത്? കയ്യാ? ക്രൈമ? ടൈഗറാ? ഓ ടൈഗറൊന്നല്ല, കത്തിയാണെന്ന് പറയുന്നതാ. കത്തി എന്താ പറയുന്നത് തന്നെ? കണ്ട നിങ്ങൾ എത്ര പേക്ക ടൈഗർ. അടുത്ത മുരളിയിൽ വരും നോക്കട്ടെ ടൈഗർ. ടൈഗർ സ്വഭാവമാണ്, അത് കറക്റ്റാണ്. ടൈഗറിൻ്റെ സ്വഭാവമാണ് അവർ പറഞ്ഞത്. തോ സദാ പഞ്ചാബ് വാലോं को
अपने मस्तक के बीच विजय का तिलक अनुभव करना है. ബാബ പഞ്ചാബ്ക്കാർക്ക് പറയുന്നത് മക്കളുടെ മസ്തകത്തിൽ വിജയത്തിൻ്റെ തിലക്കം തിളങ്ങുന്ന തരത്തിലുള്ള അനുഭവം ചെയ്യണം. വിജയ് കാ തിലക് മിലാ ഹുവാ ഹെ, അവർക്ക് വിജയത്തിൻ്റെ തിലക്കം ലഭിച്ചു. ഏ സദാ സ്മൃതി രഹേ ഹം ഹി കൽപ്പ് കൽപ്പ് കെ വിജയ് ഹെ, അതുകൊണ്ട് സദാ സ്മൃതിയിലുണ്ടായിരിക്കണം, കൽപ്പകൽപ്പത്തിലും ഞങ്ങൾ തന്നെ വിജയിയാണ്. पंजाबी वारिस क्वालिटी को बाप को आगे लाने का प्रोग्राम बना रहे हैं ना. പഞ്ചാബുകാർ 2006 വാരിസ് ക്വാളിറ്റി തയ്യാറാക്കാൻ വേണ്ടി പ്രോഗ്രാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അവകാശികൾ തയ്യാറാക്കാൻ. അബി ബാബ് ദാദാക്കെ ആകെ വാരിസ് ക്വാളിറ്റി ലായി നെയ് ഹെ, പക്ഷേ ഇതുവരെയും ബാബയുടെ മുന്നിൽ ആരും അവകാശികളെ കൊണ്ടുവന്നിട്ടില്ല എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കുന്നുണ്ടോ അവകാശികളാക്കാൻ? ഇല്ല, നമുക്കതിന് ആറ് വച്ചില്ല. ആറ് വരണില്ല ഇപ്പോൾ. ബാബ പറയുന്നുണ്ടല്ലോ ഇതുവരെയും ആരും കൊണ്ടുവന്നിട്ടില്ലെന്ന്. തയ്യാർ കറേ ഹേ സബ് പ്രകാർ കാ ചാഹിയേ. ബാബ പറഞ്ഞു നിങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ, എല്ലാ പ്രകാരത്തിലുള്ള ആൾക്കാർ വേണം. ബാക്കി എല്ലാവരും ഉണ്ട്, വാരിസില്ല എന്ന് പറഞ്ഞാൽ ക്യാൻസലാക്കി കളി സർട്ടിഫിക്കറ്റ്. അത് നോക്കൂ ബാബ. വാരിസ് ബി ചാഹിയേ, स्नेही भी चाहिए, सहयोगी भी चाहिए, മൈക്ക് ബി चाहिए, മൈറ്റ് ബി चाहिए. ഇത്രയൊക്കെ ആൾക്കാർ വേണം. അപ്പം ഇന്ന് മുതലേ തുടങ്ങുക. ആരാണ് പ്രധാൻ നോക്കുന്നത്? വാരിസ് കുട്ടി. അപ്പം ബാബ പറഞ്ഞത് രാജ്യത്തിലെ അവകാശ കുട്ടികൾ വേണോ, സ്നേഹി വേണോ, സഹയോഗികൾ വേണം, മൈക്ക് റെഡി ആയിക്കണോ, മൈറ്റും ഉണ്ടായിരിക്കണം. സബ് പ്രകാർ കാ ചാഹിയേ, എല്ലാ പ്രകാരത്തിലുള്ള ആൾക്കാരും ഉണ്ടായിരിക്കണം. അച്ഛാ ഹേ സെൻറ്റർ മേ വൃദ്ധി തോ ഹോത്താ രഹി ഹേ. ബാബ പറഞ്ഞു സെൻറ്ററിൽ നല്ല അഭിവൃദ്ധി ആയിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന്. ഹർ ഏക് ഉമ്മങ്ക് ഉത്സാഹസേ സേവ മേ വൃദ്ധി കർബി ഹേ. ഓരോരോ മക്കളും ഉണർവ് ഉത്സാഹത്തിലൂടെ സേവയിൽ അഭിവൃദ്ധി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അഭി ദേഖെങ്കെ കിസ് സോൺ മേ യേ പ്രത്യക്ഷ ഹോത്താ ഹേ. ഇപ്പം ബാബ്ദാദ നോക്കുന്നുണ്ട് ഏത് സോണിലാണ് ബാബയെ പ്രത്യക്ഷപ്പെടുത്തുന്നത്, ഏത് സോണാണ് അവകാശികളെ തയ്യാറാക്കുന്നത്. ബാബ എല്ലാം നോക്കുന്നുണ്ടോ മൈസൂർ സോണ്? ഇല്ല, കണ്ട തല വേഞ്ചി കേൾക്കൂ. ബാബ പറഞ്ഞ് ഏതെങ്കിലും ഒരു തരത്തിൽ എന്തെങ്കിലും ഒന്ന് ആക്കിയിട്ട് എന്ത് ചെയ്യണം? ഇപ്പം വാരിസ് ക്വാളിറ്റിന് തയ്യാറാക്കണം. ഏത് സോണാണ് പ്രത്യക്ഷപ്പെടുത്തുന്നത്? പരമാത്മ ആ ചുക്ക ഹേ, പരമാത്മ ഈ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നു. ഏത് സോൺക്കാരാണ് പ്രത്യക്ഷപ്പെടുത്തേണ്ടത്? ബാപ്പ് കോ പ്രത്യക്ഷ കൗൺസാ സോൺ കർത്താ ഹേ, ഓ ബാബ് ദാദ ദേഖ് രഹേ. എല്ലാ ബാബ് ദാദ നോക്കുന്നുണ്ട് ഏത് സോണാണ് ബാബയെ പ്രത്യക്ഷപ്പെടുത്തുന്നത്. പൗരാൻ കരേഗ, പൗരാൻ ബി കർ സക്ത ഹേ. പെട്ടെന്ന് ചെയ്യാൻ സാധിക്കുമെന്നു. 6 മാസം ഒന്നുമില്ല, പെട്ടെന്ന് ബട്ടി തീർന്നവർ ആവുന്നവർ നിങ്ങളൊന്ന് തയ്യാറാക്കണമെന്ന്. അത്രയ്ക്കാണ് തീവ്രമാണ്. ഇപ്പം പഞ്ചാബ് നമ്പർ ലേലോ. ബാബ പറഞ്ഞു പഞ്ചാബ് എടുത്തോ നമ്പർ, ഞങ്ങൾ ഇവിടെ എടുക്കാം. ലേലോ അച്ഛാ ഹേ സബ് ആപ്കെ സഹयोग देंगे. ആരെങ്കിലും ഒരാൾ റെഡി എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം എന്ത് ചെയ്യും? സഹയോഗം നൽകും. പക്ഷെ ആരെങ്കിലും ഇപ്പോൾ ഒരാൾ റെഡി ആവുന്നുണ്ടോ? ഇല്ല, പോട്ടെ. എന്നാൽ ബഹുത്ത് സമയസേ പ്രയത്ന കർ രഹേ ഹേ, വളരെ സമയം മുതൽ പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. യ ഹേ യാ ഹേ യ, ഇത് തന്നെയാണ്, ഇത് തന്നെയാണ്, ഇത് തന്നെയാണ്. ഏ ആവാസ് ഫൈലാനേക്കം, ഇത് തന്നെയാണെന്നുള്ള ശബ്ദം പ്രചരിപ്പിക്കണം 4 ഭാഗത്തിൽ. ഇത് തന്നെയാണ്, ഇത് തന്നെയാണ്. അബി ഹേ യ ബി ഹേ യാ ഹി നൈ ഹി, ഇപ്പോഴാണ്, ഇതാണ്, ഇത് അല്ല എന്ന് പറയരുത്. തോ പഞ്ചാബ് ക്യാ കരേങ്ക? ബാബ വീണ്ടും ചോദിച്ചു പഞ്ചാബ്ക്കാർ എന്ത് ചെയ്യും? ഈ ആവാസ് ആ ജായേ യ ഹേ യ ഹേ. പഞ്ചാബ്ക്കാർ ഈ ശബ്ദം ഉണ്ടാക്കണം, ഇത് തന്നെയാണ്, ഇത് തന്നെയാണ്. ടീച്ചേഴ്സ് ടീക്ക് ഹേ കബ് തക് കരേഗ. ടീച്ചേഴ്സോട് ബാബ ചോദിക്കുന്നുണ്ട് ഇതുവരെ നിങ്ങൾ ചെയ്യുമെന്ന്. ഈ സാൽമേ കരേങ്കി 2025 ചെയ്യുമോന്ന്. കണ്ടോ, 2006 ബാബ മുരളി ഉച്ചരിച്ചിട്ട് 2025 നിങ്ങൾ ചെയ്യുമോ എന്ന്, റെഡിയാക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. നയാ സാൽ ശുരു ഹുവാ എന്നും, പുതിയ വർഷ പകുതിയായി. നയാ സാൽ മേ കോയി നവീനത പോനി ചെയ്യണം. പുതിയ വർഷത്തിൽ എന്തെങ്കിലും പുതിയത് നവീനത കാണിക്കണം.
ये भी है, ये बहुत सुना लिया है. ഇത് തന്നെയാണ് ഇത് കൂടുതൽ ആൾക്കാർ പറയണം. जैसे आपके मन में बस बाबा 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 स्वतः याद रहते हैं ना, ഏതുപോലെ താങ്കളുടെ മനസ്സിൽ ബാബ ബാബ എന്ന് പറയുന്നത് സ്വതവേ ഓർമ്മയിലുണ്ടാവണം. ऐसे उनका मुख से निकले हमारा बाबा आ गया है. അതേപോലെ എല്ലാവരുടെയും മുഖത്തിൽ വരണം, ഞങ്ങളെ ബാബ വന്നു, ബാബ വന്നു, ബാബ പ്രത്യക്ഷമായി എന്ന്. वो भी कहे मेरा बाबा, ये आवाज़ चारों कोन से निकले. 4 ഭാഗത്തിലുള്ളവർ പറയണം, എൻ്റെ ബാബ ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചിട്ടുണ്ട് 4 ഭാഗത്തിൽ. लेकिन शुरू आता तो एक कोने से होंगी ना. പക്ഷേ ആരംഭിക്കുന്നത് ഒരു സൈഡിൽ നിന്നാണ്. 4 സൈഡിൽ ഒന്നിച്ച് ആരംഭിച്ചാൽ കാര്യം നടക്കില്ല. ഓരോരോ സൈഡിൽ നിന്നും തുടങ്ങണം. പഞ്ചാബ് കമൽ കരേഗം, പഞ്ചാബ്ക്കാരോട് ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും ഒരു അത്ഭുതങ്ങൾ ചെയ്യുമോ? ക്യൂ നൈ കരേങ്ക, എന്തുകൊണ്ട് ചെയ്യാത്തത്? കർണയി ഹേ, ബാബ തന്നെ പറഞ്ഞു ചെയ്യേണ്ടത് തന്നെയാണ്. ബഹുത് അച്ഛാ ഹേ, ഇൻ അഡ്വാൻസ് മുബാരക് ഹോ. അവർ ചെയ്യാമെന്ന് പറഞ്ഞതുകൊണ്ട് അവർക്ക് ഇൻ അഡ്വാൻസായി ആശംസകൾ നൽകി ബാബ. ദാദിജിമാരോടെ ബാബ സംസാരിക്കുന്നുണ്ട്, സമയമുണ്ടാവും. മധുബൻ കാ ഹീറോ ആക്ടർ ഹേ. ദാദിജി പറഞ്ഞാലും മധുബനത്തിൽ ഹീറോ പാട്ട് അഭിനയിക്കുന്നവരാണ്. സദാ 0 യാദ് ഹേ. അവർക്ക് ഹീറോ പാട്ട് അഭിനയിക്കുന്ന ദാദിമാർക്ക് 0 സദാ ഓർമ്മയിലുണ്ടാവും. ഏത് 0? ബാബ 0. शरीर भले नहीं चलता, थोड़ा धीरे धीरे चलता, लेकिन सभी का प्यार और दुआ चल रही है. ശരീരം നടക്കുന്നില്ല, പക്ഷേ പതുക്കെ നടക്കും. പക്ഷെ സർവരുടെയും സ്നേഹത്തിലൂടെയും അനുഗ്രഹത്തിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്നേഹം വേണം, അവിടെ അനുഗ്രഹങ്ങൾ വേണം. ബാപ്പ് കി തോ ഹൈ ലേക്കിൻ സബി കി ഹൈ. ബാബയ്ക്കുണ്ട്, പക്ഷേ എല്ലാവർക്കും ഉണ്ടാവണം ബാബ പറയുന്നത്. എന്തുണ്ടാവണം? സ്നേഹം അനുഗ്രഹങ്ങൾ എല്ലാവരുടെയും ഉണ്ടായിരിക്കണം. ബാബയ്ക്കുണ്ട്, മക്കൾക്കും ഉണ്ടായിരിക്കണം. സബി ദാദിക്കോ ബഹുത്ത് പ്യാർ കർത്തേ എന്നും. എല്ലാവരും ദാദിനെ കൂടുതൽ സ്നേഹിക്കുമ്പോൾ. ഇപ്പോൾ ഒന്നും ഇല്ലാതായില്ലേ, ഇപ്പോൾ വേറെ ദാദികളുണ്ട്. അതേ ദാദിനെ വീണ്ടും സ്നേഹിക്കുക. പോയ ദാദിമാറിനെ എന്ത് ചെയ്യണോ? വീണ്ടും നന്നായിട്ട് സ്നേഹിക്കുക. ദേക്കോ സബി യഹ് കഹത്തെ ഹേ ഏ ദാദിയ ചയ്യേ. എല്ലാവരും പറയിപ്പോൾ നമുക്ക് ദാദി വേണം. ഇപ്പം ചേഞ്ച് ആക്കണം, ദീദി വേണം എന്ന് പറയണം. എപ്പോഴും ഒരേ പോലെ ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട്. തോ ദാദിയോ കി വിശേഷത ക്യാ ഹേ? ദാദിമാരിൽ എന്ത് വിശേഷത ഉണ്ട്? दादियों की विशेषता है बाप की श्रीमत पर कदम उठाना है. ദാദിമാരുടെ വിശേഷതയാണ് ഓരോരോ കാൽവെപ്പിലും ബാബയുടെ ശ്രീമതം അനുസരിക്കും. मन को भी बाप की याद और सेवा में समर्पण करना है. ദാദിമാർ മനസ്സിന് ബാബയുടെ ഓർമ്മയിലും സേവയിലും സമർപ്പിച്ചിട്ടുണ്ട്. ആപ്പ് സബി ബി ഐസാ ഹി കർ രഹേ ഹോ ന. താങ്കൾ സർവർ കൂടി അതേപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്ന് ബാബ ചോദിക്കുന്നുണ്ട്. मन को समर्पण करो, बाप दादा ने देखा है मन बड़ी कमाल करके दिखाता है. മനസ്സിനെ കൂടി സമർപ്പിക്കണം. ബാബ്ദാദ കാണുന്നുണ്ട്, മനസ്സാണ് അത്ഭുതങ്ങളെ ചെയ്ത് കാണിക്കേണ്ടത്. കമൽ ക്യാ കർത്താഹി, എന്താ അത്ഭുതങ്ങളെ ചെയ്ത് കാണിക്കുന്നത്? മനസ്സ്. ചഞ്ചലത കർത്താഹി, മനസ്സ് എന്തെങ്കിലും ചഞ്ചലതമാക്കും. मन एकाग्र हो जाए, जैसे झंडा ऊपर करते हो ना, ऐसे मन का झंडा शिव बाबा में ഏകാഗ്ര हो जाए. മനസ്സ് ഏകാഗ്രമാക്കണം. മനസ്സ് എങ്ങനെ ഏകാഗ്രമാക്കണം എന്ന് പറഞ്ഞാൽ ബാബ പറയുന്നത്, കൊടി മുകളിലേക്ക് കയറുമല്ലോ, കൊടിയേറുത്തുമല്ലോ മേലെ, അതേപോലെ മനസ്സിൻ്റെ കൊടിയിൽ ശിവ് ബാബ എന്ന് പറഞ്ഞാലും മനസ്സ് ഏകാഗ്രമായി തീരും. മനസ്സിൻ്റെ കൊടിയേറുത്തണം, അപ്പോൾ മനസ്സ് ഏകാഗ്രമാക്കാൻ സാധിക്കും. ആ രഹേ സമീപ് ആ രഹേ, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, സമയം സമീപത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കബി കബി ബാബ്ദാദ ബച്ചോं का संकल्प बहुत अच्छा सुनते हैं. ചിലപ്പോൾ ബാബ്ദാദ മക്കളുടെ നല്ല നല്ല സങ്കല്പങ്ങളെ കേൾക്കുമ്പോൾ, ചില സമയം നല്ല സങ്കല്പങ്ങൾ ചെയ്യുമ്പോൾ മക്കൾ. സബ്ക ലക്ഷ്യ ബഹുത് അച്ഛാ ഹേ, എല്ലാ മക്കൾക്ക് നല്ല ലക്ഷ്യമുണ്ട്. ഉണ്ടായില്ലയോ? ഉണ്ട്. അച്ഛാ ദേക്കോ ഹാൽ കി ശോഭ കിത്നി അച്ഛാ ഹേ,
കാണുന്നില്ലേ നിങ്ങൾ ഈ ഹാളിൻ്റെ ശോഭ എത്രയ്ക്ക് നല്ലതാണ്. എന്നാൽ എല്ലാ കസാല ഫുള്ളാക്കിയിട്ട് ഇരുന്നിട്ടുണ്ട്, കാലി വിട്ടിട്ടില്ല. നിങ്ങളെ മാല റെഡിയായി, ഇന്നത്തെ മാല റെഡിയായി. മാല ലഗ്തി എന്നും ബാബ പറഞ്ഞു. ഈ ഹാളിൻ്റെ ശോഭ കണ്ടിട്ട് മാലയുടെ പോലെ തോന്നുന്നുണ്ടെന്ന്. മാലാക്ക ബീച്ച് മീ മണിക്ക് ബെറ്റി, ഈ മാലയുടെ ഇടയിൽ ഓരോരോ മണികളാണ് ഇരിക്കുന്നത്. നിങ്ങളെല്ലാം മാലയുടെ മണികളാണ്. അപ്പം നന്നായിട്ട് കോർക്കപ്പെടുകയാണെങ്കിലോ നല്ല ഇഷ്ടപ്പെടും മാലയാണ്. ബാബ ഇഷ്ടപ്പെടും. അച്ഛാ, ഓം ശാന്തി. ബാബ നമസ്തേ പറയുന്നുണ്ട്. सभी तरफ के सर्व रूहानी गुलाब बच्चों को सदा बाप के अति प्यारे और देहबान से अति न्यारे सर्व ഭാഗത്തിലും സർവ ആത്മീയ റോസാപ്പൂവായിരിക്കുന്ന മക്കൾക്കും എല്ലാ ഭാഗത്തിലും സർവ ആത്മീയ റോസാപ്പൂവായിരിക്കുന്ന മക്കൾക്കും സദാ ബാബയുടെയും അതി പ്യാരെ അവർ ദേഹബാൻ സെ അതി നേരഹി, സദാ ബാബയുടെ അതി സ്നേഹിയും ദേഹബാണത്തിൽ നിന്നും വളരെ വേറിട്ടതും ബാബ്ദാദയ്ക്ക് ദിൽ കെ ദുലാരെ ബച്ചോങ്കു, ബാബ്ദാദയുടെ ഹൃദയത്തിലിരിക്കുന്ന രാജാ മക്കൾക്ക് അഥവാ സ്നേഹി മക്കൾക്ക് സദാ ഏക് ബാപ്പു एकाग्र मन और एक रस स्थिति में स्थित रहने वाले बच्चों को सदा और बाबम ഏകാഗ്രമായിരിക്കുന്ന മനസ്സും ഏകരസ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്ന മക്കൾക്ക് चारों अवर के भिन्न भिन्न समय पर भिन्न भिन्न स्थान में रहते भी साइंस के साधनों से मधुबन में पहुँचने वाले നാലു ഭാഗത്തിലും ഭിന്ന ഭിന്നമായിരിക്കുന്ന സമയത്തിലും ഭിന്ന ഭിന്നമായിരിക്കുന്ന സ്ഥാനത്തിലിരുന്നു കൊണ്ടും സയൻസിൻ്റെ സാധനങ്ങളിൽ നിന്നും മധുബനത്തിലേക്ക് എത്തിയിരിക്കുന്ന മക്കൾക്ക് അവരെല്ലാവരും അവരവരുടെ സ്ഥാനത്തിൽ സെൻറ്ററിൽ വീട്ടിലിരിക്കും. സയൻസിൻ്റെ സാധനത്തിലൂടെയും അവരുടെ മനസ്സ് മധുബനത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും. ആ തരത്തിലുള്ള മക്കൾക്ക് സമ്മുഖ് ദേഖ്നെ വാലെ അഭിമുഖത്തിൽ കാണുന്നവർക്ക് സബി ലാഡ്ലെ സിക്കിലതെ എല്ലാ പ്രിയപ്പെട്ട ബാബയുടെ ഓമന മക്കൾക്ക് കൽപ്പ് കൽപ്പ് കെ പരമാത്മാ പ്യാർ കെ പാത്രേ അധികാരി ബച്ചോങ്കു എല്ലാ കൽപ്പത്തിലും പരമാത്മയുടെ സ്നേഹത്തിലേക്ക് പാത്രരായിരിക്കുന്ന അധികാരി മക്കൾക്ക് ബാബ് ദാദാ കാ യാദ് പേർ അവർ ദിൽ കി ദുആയ് ഹെ, ബാബ് ദാദയുടെയും ഓർമ്മയും സ്നേഹവും ഹൃദയത്തിൻ്റെ അനുഗ്രഹങ്ങളാണ്. पदम पदम गुण स्वीकार हो और साथ में डबल मालिक बच्चों को बाप दादा की नमस्ते. പതുമ പതുമ ഗുണങ്ങളെ സ്വീകരിക്കുന്ന ഒപ്പം ഡബിൾ അധികാരിയായിരിക്കുന്ന മക്കൾക്കും ബാബ്ദാദയുടെ നമസ്തയാണ്. ബാബ്ദാദയ്ക്ക് മക്കളുടെ നമസ്തയാണ്. वरदानम साइलेंस की शक्ति द्वारा सेकंड में मुक्ति और जीवन मुक्ति का अनुभव कराने वाले विशेष आत्मा भव. സൈലൻസിൻ്റെ ശക്തിയിലൂടെ സെക്കൻഡിൽ മുക്തി ജീവൻ മുക്തിയുടെ അനുഭവം ചെയ്യിപ്പിക്കുന്ന വിശേഷ ആത്മാവായി ഭവിക്കും. സൈലൻസിൻ്റെ ശക്തിയിലൂടെ സെക്കൻഡിൽ മുക്തി ജീവൻ മുക്തിയുടെ അനുഭവം ചെയ്യിപ്പിക്കുന്ന വിശേഷ ആത്മാവായി ഭവിക്കും. ഇപ്പം നിങ്ങളെല്ലാം ആരാണ്? ഇന്നും വിശേഷാത്മാവാണ്. ആരാണ് വിശേഷാത്മാവ്? സൈലൻസിൻ്റെ ശക്തിയിലൂടെയും സെക്കൻഡിൽ മുക്തി ജീവൻ മുക്തിയുടെ അനുഭവം ചെയ്യിപ്പിക്കുന്നവരാണ്. എൻ്റെ എക്സ്പ്ലനേഷനാണ്. विशेष आत्माओं की लास्ट विशेषता है कि सेकंड में किसी भी आत्माओं को
മുക്തിയവർ ജീവൻ മുക്തിക്ക് അനുഭവി ബനാ ദേംഗെ. വിശേഷ ആത്മാക്കളുടെ അവസാനത്തിൻ്റെ വിശേഷത്തെയാണ്. സെക്കൻഡ്ലി ഏതെങ്കിലും ആത്മാക്കളെ മുക്തി ജീവൻ മുക്തിയുടെ അനുഭവിയാക്കുക. നിങ്ങളെല്ലാം വിശേഷ ആത്മാന്ന് പറഞ്ഞില്ല. അപ്പം നിങ്ങൾ അവസാനത്തിൻ്റെ വിശേഷത്തെ എന്താണ്? ഒരു സെക്കൻഡിൽ ഏതെങ്കിലും ആത്മാക്കൾക്കും മുക്തി ജീവൻ മുക്തിയുടെ അനുഭവിയാക്കണം. സിർഫ് रास्ता नहीं बताएंगे लेकिन एक सेकंड में शांति का व अतीन्द्रिय सुख का अनुभव कराएंगे. കേവലം മാർഗം പറഞ്ഞു കൊടുക്കുന്നത് മാത്രമല്ല, ഒരു സെക്കൻഡിലും ശാന്തിയുടെയും അതീന്ദ്രിയ സുഖത്തിൻ്റെയും അനുഭവം ചെയ്യിപ്പിക്കണം. ഒരു സെക്കൻഡിൽ ശാന്തിയുടെയും അതീന്ദ്രിയ സുഖത്തിൻ്റെ അനുഭവം ചെയ്യിപ്പിക്കണം. ജീവൻ മുക്തി का अनुभव है. ജീവൻ മുക്തിയിൽ എന്താ അനുഭവം ചെയ്യുന്നത്? സുഖ്. മുക്തി का अनुभव है ശാന്തി. ജീവൻ മുക്തിയുടെ അനുഭവമാണ് സുഖം, മുക്തിയുടെ അനുഭവമാണ് ശാന്തി. तो जो भी सामने आए वह सेकंड में इसका अनुभव करे. जब ऐसा स्पीड होगे तब साइंस के ऊपर साइलेंस के विजय देखते हुए सबके मुख से वाह वाह का आवाज़ निकलेगा. അവർ പ്രത്യക്ഷ തക്ക ദൃശ്യ സാമ്നെയായേക്കാം. നിങ്ങളുടെ മുന്നിൽ ആര് വന്നാലും ഒരു സെക്കൻഡിലും അനുഭവം ചെയ്യണം. ആ തരത്തിലുള്ള തീവ്രത ഉണ്ടായിരിക്കണം. നിങ്ങളുടെ മുന്നിലും ആര് വന്നാലും അവർ സെക്കൻഡിലും അനുഭവം ചെയ്യണം. ആ തരത്തിലുള്ള സ്പീഡ് ഉണ്ടാക്കണം. അതായത് സയൻസിൻ്റെ മേലെ സൈലൻസിൻ്റെ വിജയം കണ്ടുകൊണ്ടും സർവരുടെയും മുഖത്തിലൂടെ വാ വാൻ പറയുന്ന ശബ്ദമുണ്ടാക്കണം. അപ്പോൾ എത്ര സ്പീഡ് നിങ്ങൾ ഉണ്ടാക്കണം? സയൻസിൻ്റെ മേലെ സൈലൻസ് വിജയപ്രാപ്തമാക്കുമല്ലോ. അപ്പം സർവരുടെയും മുഖത്തിൽ എന്താ വരും? നല്ലത് നല്ലത് വാഹ് വാൻ ശബ്ദം വരും. പ്രത്യക്ഷത്തോടെ ദൃശ്യം മുന്നിൽ വരും. അപ്പോൾ കുറച്ച് സ്പീഡ് കൂട്ടണം. നിങ്ങളുടെ മുന്നിൽ ആര് വന്നാലും അവർ അനുഭവം ചെയ്യണം. ബാബയുടെ പ്രത്യക്ഷത്വം ദൃശ്യം മുന്നിൽ വരും. स्लोगन. बाप के हर फरमान पर स्वयं को कुर्बान करने वाले सच्चे परवाने बनो. ബാബയുടെ ഓരോരോ ആജ്ഞയെ സ്വയം സമർപ്പിക്കുന്ന സത്യമരിക്കുന്ന ശലഭങ്ങളാകുക. ബാബ മക്കൾക്ക് ദിവസവും ഓരോരോ ഡയറക്ഷൻ തരും. ആ ഡയറക്ഷനിലൂടെ എന്ത് ചെയ്യണം? സ്വയംന ബാബയ്ക്കും സമർപ്പിക്കണം. അവരാണ് സത്യമരിക്കുന്ന ശലഭങ്ങളാണ്. ആയിട്ടുണ്ടോ ശലഭം? ഇല്ല. अव्यक्त ईश्वर. संकल्पों की शक्ति जमा कर श्रेष्ठ सेवा के निमित्त बन. സങ്കല്പ ശക്തിയെ ശേഖരിച്ച് ശ്രേഷ്ഠമായിരിക്കുന്ന സേവയ്ക്ക് നിമിത്തരാകുക. അബി ജയ്സെ വാച സെ ഡയറക്ഷൻ ദേന പടുത്ത ഹി. ഇപ്പം ഏതുപോലെ വചനത്തിലൂടെ ഡയറക്ഷൻ നൽകുന്നതാണ്. ऐसे श्रेष्ठ संकल्प से सारी कारोबार चल सकती है. അതേപോലെ ശ്രേഷ്ഠ സങ്കല്പത്തിലൂടെ മുഴുവൻ കാര്യവ്യവഹാരങ്ങളെ നടത്താൻ സാധിക്കും. വചനസേവയിലൂടെയും ഡയറക്ഷൻ നൽകാൻ സാധിക്കും. ശ്രേഷ്ഠ സങ്കല്പത്തിലൂടെയും മുഴുവൻ കാര്യവ്യവഹാരങ്ങളെ ചെയ്യാൻ സാധിക്കും. साइंस वाले नीचे पृथ्वी से ऊपर तक डायरेक्शन लेते रहते हैं. साइंस
സയൻസ് ഭൂമിയിൽ ഇന്നു മുകളിൽ വരെ ഡയറക്ഷൻ എടുത്തുകൊണ്ടിരിക്കും. സയൻറ്റിസ്റ്റുമാർ ഭൂമിയിൽ ഇന്നു മുകളിൽ വരെ ഡയറക്ഷൻ എടുത്തുകൊണ്ടിരിക്കും. तो क्या आप श्रेष्ठ संकल्पों की शक्ति से सारे कारोबार नहीं चल सकते हो? അപ്പോൾ സയൻസ് അത്രയ്ക്ക് ഡയറക്ഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ താങ്കളുടെ ശ്രേഷ്ഠ സങ്കല്പ ശക്തിയിലൂടെ മുഴുവൻ കാര്യവ്യവഹാരങ്ങളെ നടത്താൻ സാധിക്കുന്നില്ലയോ എന്ന് ബാബ ചോദിക്കുന്നു. സയൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലയോ? ഏത് ആധാരത്തിലൂടെയും? ശ്രേഷ്ഠ സങ്കല്പത്തിൻ്റെ ശക്തിയുടെ മുഴുവൻ കാര്യവ്യവഹാരങ്ങൾ നടത്താൻ സാധിക്കില്ലയോ? ജയ്സെ ബോൽ കർക്കെ ബാത് കോ സ്പഷ്ട കർത്തേ ഹെ ന, ഏതുപോലെ സംസാരിച്ചിട്ട് കാര്യങ്ങളെ സ്പഷ്ടമാക്കും. അതങ്ങനെയല്ല ഇങ്ങനെയാണ് ഞങ്ങൾ സ്പഷ്ടമാക്കും. വൈസെ ആകെ ചൽ ഹർ സങ്കല്പ് സെ സാരി കാരോബാർ ചലേങ്കി, അതേപോലെ കുറച്ച് മുന്നോട്ട് പോകുമ്പം സങ്കല്പത്തിലൂടെ മുഴുവൻ കാര്യവ്യവഹാരങ്ങളിൽ നടക്കും. കുറച്ചുകൂടി മുന്നോട്ട് പോകണം. 2025 ആവില്ല, 2026 കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പം സങ്കല്പത്തിലൂടെ മുഴുവൻ കാര്യവ്യവഹാരങ്ങളിൽ നടക്കും. അതിലേക്ക് വേണ്ടി ശ്രേഷ്ഠ സങ്കല്പത്തിൻ്റെ സ്റ്റോക്ക് ശേഖരിക്കണം. എല്ലാ കാര്യവ്യവഹാരങ്ങളും സങ്കല്പ ശക്തിയിലൂടെ നടക്കും. അതിലേക്ക് വേണ്ടി വളരെ സമയം അതിൽ എന്ത് ചെയ്യണം? ശ്രേഷ്ഠ സങ്കല്പങ്ങളുടെ സ്റ്റോക്കും ശേഖരിക്കണം. ബാബ ഇന്നെന്താ പറഞ്ഞത്? പരമാത്മൻ്റെ സ്നേഹം വ്യർത്ഥതയുടെ പേര് അടയാളത്തിനും ഇല്ലാത്ത തരത്തിലും സമ്പൂർണ്ണ പവിത്രതയുടെ സ്ഥിതി ഉണ്ടാക്കിയെടുക്കാൻ പറഞ്ഞു അല്ലേ? ഇന്നെന്തെല്ലാം പറഞ്ഞു ബാബ? ബാബയ്ക്ക് മക്കളോട് സ്നേഹം, മക്കൾക്ക് ബാബയോട്. മക്കൾക്ക് ബാബയില്ലാതിരിക്കാനാവില്ല, ബാബയ്ക്ക് മക്കളില്ലാതിരിക്കണം. ബാബയുടെ ഹൃദയത്തിൽ മക്കൾ, മക്കളുടെ ഹൃദയത്തിൽ ബാബ. കഴിഞ്ഞു. പരമാത്മയുടെ സ്നേഹം കേവല ഈ സംഗമയുഗത്തിൻ്റെ സമയത്തിൽ മാത്രമാണ് ലഭിക്കുന്നത്. സ്നേഹി മക്കളാണ്. രണ്ടാഴ്ച ലവ്ലി മക്കളായിരുന്നു. ഇപ്പം മൂന്നാമത്തെ ആഴ്ചയ്ക്ക് വരുമ്പോൾ കേവല സ്നേഹി മക്കളാണ്. അതാണ് വ്യർത്ഥ സങ്കല്പ സമ്പൂർണ്ണ പവിത്രത്തിൽ നിന്നും ദൂരമാക്കുമെന്ന് പറഞ്ഞു. ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ഫൗണ്ടേഷനാണ് സമ്പൂർണ്ണ പവിത്രത. 100% ആയിരിക്കണം. ശ്രീമതൻ്റെ കഴിഞ്ഞാൽ ഒരിക്കലും ലൂസ് ആവരുത്. ലൂസായി കഴിഞ്ഞാലും ചഞ്ചലത വരും. ടൈറ്റാക്കണം. സൈഡ് സീൻ കാണുന്നത് കൊണ്ടാണ് ലൂസ് ആവുന്നത്. ആ സ്റ്റേജിലേക്ക് ഇന്നും ആരും വന്നിട്ടില്ല. ഓം ശാന്തി. ഇന്ന് മീന സിസ്റ്ററുടെ 2ാമത്തെ വർഷമാണ്. അപ്പോൾ അതുകൊണ്ട് മൈസൂരിൽ നിന്ന് ഞങ്ങൾ ബെഞ്ചിനെ ക്ഷണിച്ചു. ബെഞ്ചി വന്നിട്ടുണ്ട്. ബെഞ്ചി കുറച്ച് സമയം കഴിഞ്ഞിട്ട് പിന്നെ ക്ലാസ് എടുക്കും. ഇപ്പോൾ മൈസൂരിൽ നിന്ന് ജയന്തി സിസ്റ്റർ വന്നിട്ടുണ്ട്. 30 വർഷങ്ങൾ മുതൽ ബാബയുടെ സേവനം ചെയ്തുകൊണ്ടും ലക്ഷ്മി ബെഞ്ചിയുടെ റൈറ്റ് ഹാൻഡ് ആയിട്ടാണ് സേവനം ചെയ്യുന്നതും. അപ്പോൾ അവരും ഇന്നലെ ബെഞ്ചിന് കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. അവർ അവരുടെ അനുഭവം നിങ്ങളുടെ അഭിമുഖത്തിൽ ഷെയർ ചെയ്യും. ജയന്തി സിസ്റ്റർ ആരില്ല, മൈസൂർ ജയന്തി എന്നാണ്. तुझसे बाबा बांधी है जीवन डोर, बांधी है जीवन डोर।
तुझसे बाबा बांधी है जीवन डोर, बांधी है जीवन